മുജാഹിദിന്റെ മൗലവിമാർ പറയുന്നു സ്ത്രീകൾ പള്ളിയിൽ പോയി നിസ്കരിക്കണം. മൗലവി പറയുന്നു അത് അംഗീകരിക്കാത്ത എല്ലാവരും കാഫിറുകളാണ്. സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണമെന്ന് പറയാത്തവർ കാഫിറുകളാണ്. എത്ര വലിയ ഒരു ഭീമമായ മാർഗമായ ആശയമാണ് സഹോദരന്മാരെ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആൻ എന്ത് പറയുന്നു? ഖുർആൻ എന്ത് പറയുന്നു? ഇവിടെ വെച്ച് ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആൾ എന്നുള്ള നിലക്ക് എഴുതിക്കൊണ്ടുവന്നത് വായിച്ച ഒരു മൗലവിയുടെ കുറ്റ്യാടി സിറാജുൽ ഹുദയിലെ എന്റെ സ്നേഹിതനായ മുദർരിസ് ഇബ്രാഹിം സഖാഫി മൗലവിന്റെ കൂടെ ഇരുന്നിട്ട് ചോദിച്ചു, പരിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരായത്തല പെണ്ണ് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മൗലവി പറഞ്ഞു, ചോദ്യങ്ങൾ ആദ്യം ചോദിച്ചുകൊണ്ടായിരിക്കും മറുപടി കിട്ടാത്തത്. ഇങ്ങനെ ചോദ്യങ്ങൾ തുടങ്ങിയോണ്ടായിരിക്കും മറുപടി കിട്ടാത്തത്. എന്താണ് ചായപ്പൊടിയിലാണ് ചോദിച്ചു ഇവിടുന്ന് ചായക്കുടിച്ചാൽ നിങ്ങൾ ആദ്യം ചോദ്യം ചോദിച്ചോണ്ടായിരിക്കും മറുപടി കിട്ടാത്തത്. ചോദ്യം ആര് ചോദിച്ചാലും മറുപടി ഉണ്ടോ കിട്ടൂലേ? അല്ലാഹുവിന്റെ ഖുർആനിൽ ഓരൊറ്റ ആയത്തിന് എവിടെയെങ്കിലും സ്ത്രീകൾ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നു ഇല്ലേ, ഇല്ല. ഇനി നമുക്ക് നോക്കാം. അല്ലാഹുവിന്റെ ഖുർആനിൽ തിരിച്ചെന്നോട് ചോദിക്കും, പള്ളിയിൽ സ്ത്രീകൾ പോകാൻ പാടില്ലെന്ന്. അഥവാ അന്യപുരുഷന്മാര് പങ്കെടുക്കുന്ന ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ വേണ്ടി സ്ത്രീകൾ പൊതുവായ പള്ളിയിലേക്ക് പോകാൻ പാടുണ്ടോ ഇല്ലേ? ഇതാണ് തർക്കം. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, സ്ത്രീക്ക് പള്ളിയിൽ കയറിക്കൂടാ എന്ന് പറഞ്ഞാൽ പള്ളികളെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള പള്ളി മസ്ജിദുൽ ഹറാമാണ്. അവിടെ തവാഫ് ചെയ്യാൻ വേണ്ടി കയറിക്കൂടാ എന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ പറയും പെണ്ണുങ്ങൾ പള്ളിയിൽ കയറിക്കൂടാത്ത വർഗമല്ല, മസ്ജിദുൽ ഹറാമിൽ തവാഫിന് വേണ്ടി അവർക്ക് കയറാം. അതിനർത്ഥം അന്യപുരുഷന്മാര് പങ്കെടുക്കുന്ന ജുമാ ജമാഅത്തുകളിൽ അവർക്ക് പങ്കെടുക്കാമെന്നല്ല. ഞങ്ങൾ ഇതുപോലെ പറയുന്ന വാചകങ്ങളിൽ നിന്ന് ഒരു വാചകം കത്തിട്ട് അപ്പുറത്തുള്ള വാചകം ഒഴിവാക്കിയിട്ട് മൗലവിമാര് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആഖിറത്തിൽ ഖുർആനും ഹദീസും കക്കുന്നവർക്ക് ഞങ്ങളെ പ്രസംഗമാണോ കട്ടുകൂടാത്തത്? ഞങ്ങളെ കേസറ്റാണോ കട്ടുകൂടാത്തത്? അല്ലാഹു തആല ഇവരുടെ ഷർറിൽ നിന്ന് മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്തട്ടെ. നിങ്ങൾ ശരിക്കും ചിന്തിക്കും, അന്യപുരുഷന്മാര് പങ്കെടുക്കുന്ന ജുമാ ജമാഅത്തുകളിൽ അന്യപുരുഷന്മാരോടുകൂടെ സ്ത്രീകൾക്ക് പള്ളിയിൽ പങ്കെടുക്കാമോ? പങ്കെടുത്തുകൂടെ? ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഞാൻ പറയുന്നു പാടില്ല. എന്താ തെളിവ്? പരിശുദ്ധ ഖുർആനാണ് തെളിവ്. ഖുർആൻ എല്ലാം പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊലാ വഅഖിന്നസ്സലാ. സ്ത്രീകളോടല്ല പറയുന്നു, സ്ത്രീകളെ നിങ്ങൾ വീട്ടിൽ അടങ്ങിയൊതുങ്ങിയിരുന്നു, നിങ്ങളുടെ ഭംഗി പ്രകടിപ്പിക്കണ്ട. വാക്കുന്ന നിങ്ങൾ നിസ്കാരം മുറക്ക് നിർവഹിച്ചോ, വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നേ നിസ്കരിച്ചോ എന്നല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നിസ്കരിച്ചോ എന്നൊരു കൽപ്പന ഖുർആനിലില്ല. വീട്ടിലടങ്ങി ഒതുങ്ങിയിരുന്നോ നിസ്കരിച്ചോ എന്നല്ലാതെ തിരിച്ചൊരു കൽപ്പന ഖുർആനിലില്ല. അതുകൊണ്ട് തന്നെ ഇത് പേരോടിന്റെ കണ്ടുപിടുത്തമാണ്. നിങ്ങൾ ചിന്തിക്കണം, പേരോട് ജനിക്കുന്നതിന്റെ പേരോടെ ബ്രഹ്മാമുസ്ലിയാര് ജനിക്കുന്നതിന്റെ ഏകദേശം 700ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തോട് വിട പറഞ്ഞ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അലാഉദ്ദീൻ ഖസാനി റഹിമഹുല്ലാഹ്. അവിടുത്തെ മദാഇഉ ശറാഇ എന്ന കിതാബിൽ എഴുതി വെച്ചത് കാണാം, വഖർന ഫീ ബുയൂതികുന്ന എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അജ്മഉ അലാ അന്നഹു ലാ യുറഖസു ലിസവാബി മിൻ ഖുറൂജ് ഫിൽ ജുമുഅത്തി വൽ ഈദൈൻ ഫശൈഇൻ മിനസ്സലാഹ്. ജുമുഅക്കോ പെരുന്നാളിനോ ഒരൊറ്റ നിസ്കാരത്തിലും സ്ത്രീകൾ പോകാൻ ആരോഗ്യമുള്ള, പോകാൻ പറ്റുന്ന യുവത്വമുള്ള സ്ത്രീകൾ
പള്ളിയിലേക്ക് പോകുന്നത് അനുവദനീയമല്ല എന്നതിൽ പണ്ഡിതന്മാർ യോജിച്ചിരിക്കുന്നു. എന്താണ് കാരണം? ലിഖൗലിഹി തആല, അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ് കാരണം. എന്ത് അല്ലാഹു പറഞ്ഞത്? വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ അടങ്ങി ഒതുങ്ങിയിരുന്നോ എന്നാണ് അല്ലാഹു പറഞ്ഞത്. വൽ അംറു ബിൽ ഖറാരി നഹിയുൻ അനിൽ ഇന്തിഖാൽ, അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞാൽ വേറൊക്കെ പോരുത് എന്നല്ലേ. അവ പള്ളിയിലേക്ക് പോകരുത് എന്ന് വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് കിട്ടി. വലിയ ഖുറൂജഹുന്ന സബബുൽ ഫിത്ന, സ്ത്രീകൾ പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുന്നത് അത് നാശത്തിന് കാരണവുമാണ്. ബിലാ ശക്കിൻ, സംശയമില്ല നാശത്തിന് കാരണമാണ്. വൽ ഫിത്നതു ഹറാം, നാശം ഹറാമാണ്. വമാ അദ്ദാ ഇലൽ ഹറാം ഫഹുവ ഹറാം, അതുകൊണ്ട് അത് നാശത്തിലേക്ക് വഴിവെക്കുന്ന ഈ പള്ളിയിലേക്കുള്ള ജമാഅത്തിന് പോക്കും ഹറാമ് തന്നെ. ഏകദേശം അഥവാ ഹിജ്റ 587 വഫാത്തായ ഇമാം അലാഉദ്ദീൻ ഖസാനി റഹിമഹുല്ലാഹ് പറയും, ഇതേ കാര്യം ബഹുമാനപ്പെട്ട ഇമാം ഹിസ്നി അബൂബക്കർ ഹിസ്നി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അത് തന്നെയാണ് ശരി എന്ന് ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവയിൽ പറഞ്ഞു. മാ അഹ്സനഹു വമാ അഹഖഹു ബിസ്സവാബ്, അത് തന്നെയാണ് ശരി എന്നാണ് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്. എല്ലാ ഇമാമികളും പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്തിന് വേണ്ടി മസ്ജിദുൽ മദീനയുടെ അടുത്ത് സ്ത്രീകൾ പോകേണ്ടി വരും. അതങ്ങൊഴിച്ചു നിർത്തിയാൽ നിങ്ങൾ നോക്കൂ, ജുമുഅ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ പോവുക എന്നത് എപ്പോ തുടങ്ങി? ആര് തുടങ്ങി? ആ പരിപാടി തുടങ്ങി. ആര് തുടങ്ങി? ഖദീജക്കുട്ടി തുടങ്ങി. ഏത് ഖദീജക്കുട്ടി? റസൂലുള്ളാഹിന്റെ ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണോ? റസൂലുള്ളാഹിന്റെ ഭാര്യ ആയിഷ ബീവിയാണോ? അല്ലേ അല്ല. പിന്നെ മുജാഹിദിന്റെ ഖദീജക്കുട്ടി, ഓദായിലുള്ള ഖദീജക്കുട്ടി. നോക്ക് നിങ്ങൾ മുജാഹിദിന്റെ പത്രം, പുടവ വനിതാ മാസിക, ഇതിൽ 95 മാർക്ക് ഇതാ ഒരു കളവത്തിന്റെ ഫോട്ടോ കാണാം. ഒരു കളവത്തി, ഇതാ ഖദീജക്കുട്ടി. ഇത് റസൂലുള്ളാഹിന്റെ കാലത്തുള്ളതല്ല, ഇപ്പൊ ഉണ്ട്. പത്ത് മരിച്ചോന്നറിയില്ല. കേരളത്തിൽ സഹാബത്തിന്റെ കാലം നോക്കി ഇസ്ലാം വന്ന സ്ഥലമാണല്ലോ. കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധനാ കർമ്മങ്ങളിൽ പങ്കെടുത്ത 2 മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടുക എന്ന്. എന്നിട്ട് ഈ പെണ്ണിന്റെ ബഹുമാനം എഴുതി. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ പെണ്ണിന്റെ ബഹുമാനം എന്നറിയോ? മലപ്പുറം ജില്ലയിലെ ഒതായി വെള്ളാറമ്പാറ ഖദീജക്കുട്ടിക്ക് ഇന്ന് 82 വയസ്സ്. കേരളത്തിൽ പള്ളിയിൽ പോയി ആരാധന നിർവഹിച്ച ആദ്യത്തെ സ്ത്രീ എന്ന വിശേഷണത്തിന് അർഹയാണ് ഖദീജക്കുട്ടി. ഖദീജക്കുട്ടിന്റെ മൗലൂദാൻ. അതിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നത് ഈ ഖദീജക്കുട്ടി പോകാനുള്ള കാരണം അത് ഇതിലുള്ളത് ഞാൻ വായിക്കുന്നത് എന്നോട് തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ഇസ്ലാഹി തറവാട്ടിലെ പ്രമുഖ പണ്ഡിതന്മാർ ഇടയ്ക്കിടെ ഖദീജക്കുട്ടിയെ സന്ദർശിക്കാറുണ്ട്. ഈ കൂട്ടത്തിൽ KNM സംസ്ഥാന സെക്രട്ടറി AP അബ്ദുൽ ഖാദിർ മൗലവിയെ അവർ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞു. ഈ അടുത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പും അദ്ദേഹം വന്ന് കുശലാന്വേഷണം നടത്തിയിരുന്നു. ഇങ്ങനെ AP അബ്ദുൽ ഖാദിർ മൗലവി പോയിട്ട് അതുപോലത്തെ മൗലവിമാര് പോയിട്ട് കുശലാന്വേഷണം നടത്തുന്ന കൂട്ടത്തിൽ പള്ളിയിൽ വരണമെന്ന് ഉപദേശിച്ചതുകൊണ്ട് മൗലവിമാരെ സ്വീകരിച്ചു പോയി എന്നല്ലാതെ പരിശുദ്ധ ഖുർആനിൽ തെളിവുള്ളത് കൊണ്ട് പോയതാണോ? ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വീട്ടിലടങ്ങി ഒതുങ്ങിയിരുന്നോ, നിസ്കരിച്ചോ? ഖുർആനിൽ തെളിവില്ല. ഹദീസിലുണ്ടോ? ഇല്ലേ, ഇല്ല. നോക്ക്, മറുപടി പറയുന്നത് റസൂലുള്ളാഹ് പെണ്ണുങ്ങൾ പള്ളിയിൽ പോണം എന്നാ പറഞ്ഞ് നടപ്പാക്കിയത്. ആരാണ് അയാൾക്ക് ആ മതം പഠിപ്പിച്ചത്? ഞാൻ ചോദിക്കുന്നു. മുജാഹിദ് സെന്റർ എന്ന് പ്രസിദ്ധീകരിക്കുന്ന നേരത്തെ ഞാൻ വായിച്ച പുസ്തകത്തില് മുജാഹിദ് എഴുതുന്ന ഖുർആനും ഹദീസും ഇബ്നു തൈമിയ്യക്ക് അറിയും പോലെ അറിയുന്ന ഒരു പണ്ഡിതൻ ലോകത്തിലേറെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകില്ല എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്.
ആ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഫതാവയുടെ 6-ാം വാല്യം 458 പേജിൽ എഴുതുന്നു, സ്ത്രീകൾ എവിടെ വെച്ച് നിസ്കരിക്കണം എന്നാ റസൂലുള്ള പറഞ്ഞത്? വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്. ഇത് കാന്തപുരം എഴുതി വെച്ചതല്ല, ഹംസ മുസ്ലിയാർ എഴുതിയതല്ല, എം എ ഉസ്താദ് എഴുതിയതല്ല, ഇവിടെ ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ പറഞ്ഞതല്ല. ഓ മുജാഹിദുകളെ, ജമാഅത്ത് ഇസ്ലാമിക്കാരെ, നിങ്ങൾ തബ്ലീഗുകാരെ, നിങ്ങളൊക്കെ ഒരുപോലെ ബഹുമാനിക്കുന്ന ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഫതാവയുടെ 6-ാം വാല്യം 458 പേജിൽ എഴുതുന്നു. എന്താണ് എഴുതുന്നത്? അതെ, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ് എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. മുത്തഫഖുൻ അലൈഹി, ആ ഹദീസിനെ സംബന്ധിച്ച് ഒരു ഹദീസ് പണ്ഡിതനും തർക്കമില്ലാത്ത വിധം സ്വീകരിക്കപ്പെടുന്ന ഹദീസാണ്. അപ്പൊ വീടാണ് സ്ത്രീകൾക്ക് ഖൈറ് എന്ന് പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സ്ത്രീകൾ പള്ളിയിലേക്ക് ആദ്യകാലത്ത് സ്ത്രീകൾക്ക് നിയമങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ചില ഒറ്റപ്പെട്ട സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിരുന്ന സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോഴും സ്ത്രീകൾ പള്ളിയിലേക്ക് പോകണമെന്നാണ് മൗലവിമാര് വാദിക്കുന്നത്. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ശരിക്കും ചിന്തിക്കുക, സഹോദരിമാര് ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു ജുമായിൽ പങ്കെടുത്ത ഹദീസ് തരാമോ? റസൂലുള്ളാഹിന്റെ പെൺകുട്ടികളെ കൂട്ടത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെങ്കിലും ഒരു ജുമാക്ക് പോയ ഹദീസ് തരാമോ എന്ന് ആവർത്തിച്ച് സാധുക്കളായ ഞങ്ങൾ കൊല്ലങ്ങളായി ചോദിച്ചിട്ട് പാവപ്പെട്ട ഞാൻ അന്യപുരുഷന്മാരോടുകൂടെ മുസ്ലിം പള്ളിയിൽ റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാര്യ, ഏതെങ്കിലും ഒരു പെൺകുട്ടി പള്ളിയിൽ ജുമാക്ക് പങ്കെടുത്തതായി ഒരു ഹദീസ് തന്നാൽ 10 കോടി രൂപ ഇനാമ് കൊടുക്കാമെന്ന് മുജാഹിദുകളോട് പറഞ്ഞപ്പോൾ ഹദീസ് കിട്ടാത്ത മുജാഹിദ് ചോദിക്കുന്നു, പേരോടിന് 10 കോടി എവിടുന്നാണ്? എന്റെ 10 കോടി നിങ്ങൾ എന്തിനാ നോക്കുന്നത്? നിങ്ങൾ ഹദീസ് കൊണ്ടുവന്നോ കീശേന്ന് 10 കോടി എത്തിയിരു. അതെങ്ങനെ കറാമത്തോണ്ട് തരൂ? കറാമത്ത് തന്നെ സംഗതിയുണ്ട്, കറാമത്തോണ്ട് തരൂ. നിങ്ങൾ കൊണ്ടിരി ഹദീസ്. എന്റെ 10 കോടി നിങ്ങൾ നോക്കുന്നത് ഹദീസ് കൊണ്ടുപോയി നോക്കിയാ പോരെ. 1 കോടി രൂപ ഇനാമ് എന്ന് തൊട്ട് മുജാഹിദ് നോട്ടീസ് ഇറക്കി. എന്നാ 10 കോടി ഞാനും പറയാം. അതെ, എനിക്ക് 10 കോടി എന്താ കിട്ടിയെന്ന് ഞാൻ തീർപ്പിക്കും, ശൂന്യങ്ങളൊക്കെ തീർപ്പിക്കും. എന്റെ 10 കോടി നിങ്ങൾക്ക് കുറെ കോടികൾ നിങ്ങൾ വെല്ലുവിളിച്ചില്ലേ? നിങ്ങൾ ആ കോടിയൊക്കെ നിങ്ങൾ എവിടുന്ന അമൂജിസ്തുണ്ട? അപ്പോ സാധാരണക്കാരെ പറ്റിക്കാനുള്ള പണിയാണ് ഇത്. 1 കോടി രൂപ ഇനാം തന്നെ മുജാഹിദിന്റെ നോട്ടീസ്. അപ്പൊ സാധാരണക്കാർക്ക് തോന്നും, 1 കോടി കൊടുക്കാറില്ലല്ലോ, 100 കോടി ഇനാം ഹദീസിനെ കൊണ്ടാ. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരൊറ്റ ഭാര്യ, ഒരൊറ്റ പെൺകുട്ടി. പുരുഷന്മാരെ കൂടെ അല്ലാണ്ട് ചുമ പെണ്ണുങ്ങൾക്ക് മാത്രമുണ്ടോ? പെണ്ണുങ്ങൾക്ക് മാത്രം ചുമ ഉണ്ടാവോ? എന്നാ ഭയങ്കര ചുമയാണല്ലോ. സഹോദരന്മാരെ, കൂടെ എന്ന് പറഞ്ഞാൽ കൂടെ പിന്തുടർന്നുകൊണ്ട് ഒരു സ്ഥലത്ത് നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് ഒരു മരവച്ചാലും ശരി, മോള് പെണ്ണിനെ കയറ്റിയിട്ട് ആണിനെ ചോടിയാക്കിയാലും ശരി, എങ്ങനെയായിരുന്നാലും അന്യപുരുഷന്മാര് പങ്കെടുക്കുന്ന സ്ഥലത്തേക്ക് പോയി പങ്കെടുക്കുന്ന ജുമഅയിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് ചർച്ച. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉണ്ടെങ്കിൽ ഒരു ഹദീസ് കൊണ്ടുവരട്ടെ. ഇല്ല, ഒരൊറ്റ ഹദീസുമില്ല. കാരണം റസൂലുള്ളാഹിയാണ് പറയുന്നത്, സ്ത്രീകൾക്ക് വീടാണ് ഖൈറ് വിട്ടിട്ട് പോകുന്ന സ്ത്രീകള് റസൂലുള്ളാഹിന്റെ ഭാര്യമാരില്ല. ഫഖദ് അഖ്ബറൽ മുഅ്മിനാത്തി, ഞാനല്ല പറയുന്നത്, ഇബ്നു തൈമിയ്യാണ്. ഫഖദ് അഖ്ബറൽ മുഅ്മിനാത്തി അന്ന സലാത്തഹുന്ന ഫിൽ ബുയൂതി അഫ്ളലു ലഹുന്ന മിൻ ശുഹൂദിൽ ജുമുഅത്തി വൽ ജമാഅത്തിന് പങ്കെടുക്കുന്നതിനേക്കാൾ സ്ത്രീകൾക്ക് ഖൈറ്
വീടാണെന്ന് റസൂലുള്ള ഈമാനുള്ള സ്ത്രീകളോട് പറഞ്ഞിട്ടുണ്ടെന്ന് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയുടെ മാതൃകാ പുരുഷനായി അവർ പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ്യ തന്നെ രേഖപ്പെടുത്തുന്നു. പേരോടിന്റെ വകയല്ല. എനിക്ക് ഒറ്റ പെണ്ണും സഹാബത്തിന്റെ കാലത്ത് പോക്കില്ല. റസൂലുള്ളാഹിന്റെ ആദ്യ കാലത്ത് പോയ സംഭവങ്ങളൊന്നും തെളിവുദ്ധരിക്കണ്ട. റസൂലുള്ള ദീന് പൂർത്തീകരിച്ച് സഹാബത്തിനെ ഏൽപ്പിച്ച് സഹാബത്തിന്റെ കാലത്തോടുകൂടെ ഒരൊറ്റ പെണ്ണും ജുമാ ജമാഅത്തിന് പോകാത്ത ചുറ്റുപാടുണ്ടായി. നിങ്ങൾ നോക്ക് ബുഖാരിയിലെ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയും, ഒരൊറ്റ പെണ്ണും പോക്കില്ലാത്ത ഒരു തെളിവ് ഉമർ ഇബ്നു ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു പറയും, കാനത്ത് ഇംറാത്തുൽ ഉമറ തശ്ഹദു സ്വലാത്ത സുബ്ഹി വൽ ഇശാ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ഉമർ ഇബ്നു ഖത്താബിന് ഒരു പെണ്ണുണ്ടായി, ഒരു ഭാര്യ. സുബീക്കും ഇശായിലും പള്ളി പോയി കളയാ, ഒറ്റ പെണ്ണു പോക്കില്ല. അതുകൊണ്ട് ഇതൊരു വലിയ കാര്യമായിട്ട് പറയുന്നു, വലിയ അത്ഭുതമായിട്ട് പറയാൻ കാരണമാണ്. ഉമർ ഇബ്നു ഖത്താബിന് ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് ജുമാക്കും ഓർക്കും അസർക്കും അവരിലൊന്നും പോക്കില്ല. ഈശായിനും സുബീക്കും പള്ളി പോയി കളയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു ഉമർ ഇബ്നു ഖത്താബിന്. എന്നിട്ടുണ്ടായി സുബ്ഹാനല്ലാഹ്. ഫഖീല ലഹാ ലിമ തഖ്റുജീന. അപ്പൊ പെണ്ണിനോട് ചോദിച്ചു, ഇനി എന്താ പള്ളി പോന്നു? ഒറ്റ പെണ്ണുങ്ങൾ പോകാണ്ട് ഉമർ ഇബ്നു ഖത്താബിന്റെ ഭാര്യ മാത്രം പോകുമ്പോൾ ചോദിക്കൂലേ, ലിമ തഖ്റുജീന, ഇനി എന്താ പള്ളി പോന്നു? അതെന്നെ ജുമാക്കില്ല, ളുഹർക്കില്ല, അസർക്കില്ല, മഗ്രിബിനില്ല. ഇശായിനും സുബഹിക്കും പോകുമ്പോ ഇരുട്ടല്ലേ, ആരും കാണൂലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പെണ്ണ് പോകാരനാണ്. അപ്പൊ ചോദിച്ചെന്താണ് നിങ്ങൾ പോകുന്നത്? നിനക്ക് ശരിക്കറിയാമല്ലോ അന്ന ഉമർ യക്റഹു ദാലിക വയഗാർ. ഉമർ ഇബ്നുൽ ഖത്താബിന് പള്ളിയിൽ കൊണ്ടുപോകുന്നത് കടുത്ത വെറുപ്പാണ്, ഭയങ്കര വെറുപ്പാണ് എന്ന് നിനക്കറിയില്ലേ? നീ എന്തിനാ പള്ളി പോകുന്നു എന്ന് പള്ളിയിലേക്ക് പോകുമ്പോൾ ചോദിച്ചു. അപ്പൊ ആ പെണ്ണിന്റെ മറുപടി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭാര്യയല്ലേ, എന്നെ പിടിച്ചൂടെ പോകുമ്പോ? എന്താണ് എന്നെ തടഞ്ഞു വെക്കാത്തത്? അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ മറുപടി, യംനഉഹു ഖൗലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് തടയാത്തതിന്റെ രഹസ്യം എനിക്ക് മനസ്സിലായില്ലേ? ഭാര്യമാര് പള്ളിയിൽ പോകുമ്പോ പിടിച്ചു വെക്കാൻ വേണ്ടി, ബലമായി തടയാൻ വേണ്ടി നിങ്ങൾ തുനിഞ്ഞാൽ ചിലപ്പോൾ സലാഖ് വരെ എത്തിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ സലാഖിലേക്ക് എത്തുന്ന നിലക്ക്, കുടുംബ പ്രശ്നമുണ്ടാകുന്ന നിലക്ക് ബലമായി തടയാതെ ഉപദേശിച്ച് മനസ്സിലാക്കി കൊടുത്ത് ബോധ്യപ്പെടുത്തി തടയണം. അല്ലാതെ പ്രശ്നമുണ്ടാകുന്ന നിലക്ക് തടയരുത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞതുകൊണ്ട് പ്രശ്നം സൃഷ്ടിക്കുന്ന നിലക്ക് തടയുന്നില്ല. അത് മാത്രം മനസ്സുകൊണ്ട് കടുത്ത വെറുപ്പുണ്ടെന്ന് നിനക്കറിയില്ലേ? എന്നിട്ടും ഈ പെണ്ണെന്ത് ചെയ്തു എന്നറിയോ? ഈ പെണ്ണിന്റെ പേര് ആറ്റിക്ക ബീവി റളിയല്ലാഹു അൻഹാ. ഈ പെണ്ണ് പിടിച്ചു വെക്കുന്നില്ലേ, ഞാൻ പോകുന്നായി, പിടിച്ചു വെച്ചാലേ നിൽക്കുള്ളൂ. അങ്ങനെ പോയി. ഈ ഹദീസ് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അവർ ശരിക്കും മനസ്സിലാക്കാം. അങ്ങനെ പോയി പോകുമ്പോ ഉമർ ഇബ്നു ഖത്താബ് എന്ത് ചെയ്തു? വഴിക്ക് പോയി കാത്തുന്നു. പറഞ്ഞു പള്ളിയിലേക്ക് ഭാര്യ പോകുമ്പോ ഒരൊറ്റ അടിയും കെട്ടുകൊടുത്തു. അടി കിട്ടിയപ്പോൾ ആറ്റിക്ക വീട്ടിലേക്ക് മടങ്ങി. പിന്നെ മരിക്കുന്നത് വരെ, അതേ ഉമർ ഇബ്നുൽ ഖത്താബ് വഫാത്താകുന്നത് വരെ ആറ്റിക്ക പള്ളിയിലേക്ക് പോയില്ല. ഇതെവിടെയുണ്ട്? ഇത് മുജാഹിദീങ്ങളെ നിങ്ങൾ ബഹുമാനിക്കുന്ന ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്ത് വന്നിഹായയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ത് ചെയ്തു? ബലമായി തടഞ്ഞു. അപ്പൊ ഒരു സംശയം, എന്നാ പിന്നെ പൊരേന്ന് ഇറങ്ങുമ്പോൾ തന്നെ പിടിച്ചാൽ വെച്ചൂടേനോ? റസൂലുള്ളാഹിന്റെ വാക്ക് സഹാബത്തിനാ തിരിയ. സഹാബത്തിന് ആ വാക്കിന്റെ അർത്ഥം അറിയാം. ഏത് വാക്ക്? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളെ പള്ളി തടയരുത് എന്ന് ഭർത്താക്കന്മാരോട് പറഞ്ഞു. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബിന് അറിയാം. എന്താ അതിന്റെ അർത്ഥം? പെണ്ണുങ്ങൾ വഴി പോണോന്നല്ല, പോണം എന്നല്ല, പോകാൻ അനുവദിക്കണമെന്നുമല്ല. അല്ലാതെ ഒറ്റമുണ്ടാവും അടിച്ചു നിർത്തിയത്, പിന്നെ നിർത്തതും. പിന്നെ എന്താണ് അതിന്റെ അർത്ഥം?
നിങ്ങൾ ഭാര്യ ഞാൻ പള്ളിയിൽ പോകാന്ന് പറഞ്ഞു, ഭർത്താവിന്റെ വിടൂലാർന്നു, വിട്ടേ പറ്റൂ എന്ന് പറഞ്ഞു, വിടൂലാർന്നു. എന്നാ പിന്നെ ഞാൻ എന്റെ വീട്ടിൽ പോവാണ്, ഞങ്ങളോട് ഇല്ലാതെ. ഇങ്ങനത്തെ ഒരു കുടുംബ പ്രശ്നം ഉണ്ടാകുന്ന നിലക്ക് തടയരുത് എന്നാണ് ഹദീസിനർത്ഥം. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് തടയാതെ ഒളിച്ചു പോയി നിന്നു. ഒളിച്ചിട്ട് അടിച്ചു, അടിച്ചിട്ട് നിർത്തിച്ചു. തടയണം, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവുകയും ചെയ്തു, ഫലാഖ് ഉണ്ടാവുകയും ചെയ്തു, അടിച്ചു നിർത്തിച്ചു. ഇങ്ങനെ ഒരു വ്യാഖ്യാനം എവിടുന്ന് കിട്ടി മുസ്ലിയാരെ? ഇങ്ങനെ ഒരു വ്യാഖ്യാനം എവിടുന്ന് കിട്ടി? ഇതെന്റെ വകയിൽ അല്ല, ലോക പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. മുജാഹിദിന്റെ നേതാവ് AP അബ്ദുൽ ഖാദിർ മൗലവി വലിയ മഹാനായി തഖ്ലീദുൽ പഠനമെന്ന പുസ്തകത്തിൽ പുകഴ്ത്തി പറഞ്ഞ മഹാനാണ്. സുന്നികൾ മാത്രം അംഗീകരിക്കുന്ന പണ്ഡിതനല്ല, മുജാഹിദ് നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതനാണ്. KP മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവിയും AP അബ്ദുൽ ഖാദിർ മൗലവിയും കൂടി പുറത്തിറക്കിയ ബുക്കില് സത്യം തുറന്നു പറഞ്ഞ പണ്ഡിതനായി നിങ്ങൾ കീർത്തിച്ചു പറഞ്ഞ, ബഹുമാനിച്ചു പറഞ്ഞ ബഹുമാനപ്പെട്ട നിങ്ങൾ ആ പുസ്തകത്തിൽ ഉദ്ധരിച്ച ഗ്രന്ഥമായ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന ഗ്രന്ഥത്തിൽ ഞാനീ പറഞ്ഞ വിശദീകരണം കൊടുക്കുന്നു. എന്റെ വകയിലല്ല. വ്യക്തല്ലേ അത്? ആ ആഴ്ച ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായതിന്റെ ശേഷം നല്ല പിന്നെ സുബഹിക്ക് വള്ളി പോകാൻ വിചാരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ഈ ആത്തിക്കയെ സുബൈർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിരുന്നു. സുബൈർ റളിയല്ലാഹു അൻഹു ആരാണ്? 10 സഹാബികൾ സ്വർഗത്തിലാണെന്ന് നേരത്തെ തന്നെ റസൂൽ പറഞ്ഞിരുന്നു. 10 ആൾ, എല്ലാ സഹാബികളും സ്വർഗത്തിലാണ്. പിന്നെന്താ 10 ആൾ പറഞ്ഞ്? അത് വർക്കിംഗ് കമ്മിറ്റിയാണ്, മറ്റേ ജനറൽ ബോഡിയാണ്. 4 ഖുലഫാക്കല്ല 10 മെമ്പർമാരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് അതിൽപ്പെട്ട ആളാണ്. ഇനി ഒരു 6 ആളും കൂടിയുണ്ട് സ്വർഗത്തിലാണെന്ന് റസൂൽ നേരത്തെ തന്നെ പറഞ്ഞവാർ. ആരാണ് കേട്ടോ? റളിയല്ലാഹു അൻഹു പറഞ്ഞോ, സഅദിൻ സഈദിൻ സുബൈരിൻ തൽഹ അബി ഉബൈദത്തിൻ വബനി ഔഫിനാശിരിൽ ഖുറബി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം സഅദിൻ സഈദിൻ സുബൈരിൻ. അതൊക്കെ ആ റസൂലുള്ള സ്വർഗത്തിലാണ് നേരത്തെ തന്നെ പറഞ്ഞ 10 ആളാണ്. അതിൽപ്പെട്ട ആളാ സുബൈർ. ആ സുബൈർ റളിയല്ലാഹു അൻഹു ഈ ആത്തിക്കനെ കല്യാണം പറഞ്ഞു. ഫാത്തായിട്ട് ഞാൻ എന്നെ കെട്ടാ എന്ന് പറഞ്ഞു. ആത്തിക്ക പറഞ്ഞു, ഞാൻ കെട്ടണമെങ്കിൽ ഒരു നിബന്ധന ഉണ്ട്. എന്താണ്? സുബൈക്ക് ഷാഹിനും പള്ളിയിൽ പോകുമ്പോൾ തടയരുത്. സുബൈർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അതേ പണി ഉമർ ഇബ്നുൽ ഖത്താബ് പണ്ട് ചെയ്തിട്ടുണ്ട്. കപ്പല്ലാനി പറയുന്നുണ്ട്. എന്ത് ചെയ്തു? അത് നമുക്ക് വേണ്ട പോലെ കാക്കാൻ പറഞ്ഞു. അത് വേണ്ട പോലെ കാക്കാന്ന് പറഞ്ഞു. സുബൈക്ക് ഷാഹിനും മാത്രം പള്ളിയിൽ പോകാൻ സമ്മതം പറഞ്ഞപ്പോ തടയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ വേണ്ട പോലെ ചെയ്യാൻ. എന്താ കാരണം? ഇപ്പൊ എന്നാ എനിക്ക് ഇനി വേണ്ടാന്ന് പറഞ്ഞാല് ഈ പെണ്ണ് എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം പോവും. പെണ്ണിങ്ങ് കെട്ടിയാ പിന്നെ നമ്മളെ കസ്റ്റഡിയിലായില്ലേ, പിന്നെ നമുക്ക് അന്നേരം ആലോചിച്ച് പറയാം. അതുകൊണ്ട് കെട്ടി കല്യാണം കഴിച്ച് ആത്തിക പള്ളിയിലേക്ക് ഇറങ്ങി. അപ്പൊ സ്വർഗത്തിലാണ് ഇത് റസൂലുള്ള നേരത്തെ പറഞ്ഞ സുബൈർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? പള്ളിയിൽ പോകുമ്പോൾ പോയിക്കൊണ്ടോ? സുബൈർ റളിയല്ലാഹു അൻഹു പോയി ബൈക്ക് കാത്തുന്നു. പുരേന്നൊന്നും ചെയ്തില്ല. കാരണം പുരേന്ന് ചെയ്താൽ പിന്നെ എന്താവും? പരാക്കാവും. അതുകൊണ്ട് പുറത്ത് ബൈക്ക് പോയി കാത്തു. ആത്തിക്ക പള്ളിയിലേക്ക് പോകുമ്പോ ഒരൊറ്റ അടി കൊടുത്തു സുബൈർ റളിയല്ലാഹു അൻഹു. ആത്തിക്ക വീട്ടിലേക്ക് മടങ്ങി. പിന്നീട് മരിക്കുന്നത് വരെ ആത്തിക്ക പള്ളിയിലേക്ക് പോയില്ല. അൽ-ഇസാബ ഫീ തംയീസ് സ്വഹാബ, അതുപോലെ സർഹ് സർഖാനി, ബഹ്ജത്തുൻ നുഫൂസ് തുടങ്ങിയിട്ടുള്ള കിതാബുകളിൽ 1000-800 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹദീസ് പണ്ഡിതന്മാർ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി, അബൂ ജംറത്ത് അൽ-അൻദലുസി തുടങ്ങിയ മഹാന്മാരൊക്കെയും എഴുതി വെക്കുന്നു. കണ്ടോ? ഫോൺ അനുവദിച്ചില്ല സഹാബ്, അടിച്ചു നിർത്തിച്ചു. പിന്നെ സുബൈർ റളിയല്ലാഹു അൻഹു വഫാത്തായി. സുബൈർ റളിയല്ലാഹു അൻഹു വഫാത്തായതിന്റെ ശേഷം
അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആതിക ബീവിനെ കല്യാണം കഴിക്കാൻ വേണ്ടി പെണ്ണിട്ട് പറഞ്ഞു. ആതിക പറഞ്ഞു, ഓ അലി ഇബ്നു അബീ താലിബ് നിങ്ങളെ എന്നെ ഒരുപാട് മഹാന്മാര് കല്യാണം കഴിച്ചവരൊക്കെ മരിച്ചുപോയി, ഇനി ആ നിങ്ങളെ ബാക്കിയുള്ളൂ കൊണ്ട് എന്നെ കെട്ടണ്ടാന്ന്. അങ്ങനെ പിന്നീട് ബഹുമാനപ്പെട്ട മഹദി കല്യാണത്തിന് പോയിട്ടില്ല, പിന്നെ ഒരു കാലത്തും പോയിട്ടില്ല പള്ളിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സഹാബത്തിന്റെ കാലത്ത് ഒരൊറ്റ പെണ്ണ് മാത്രം, അത് സുബീഖ് ചായും മാത്രം പോയപ്പോൾ അടിച്ചു നിർത്തിച്ചു സഹാബത്ത്. പക്ഷേ കുടുംബ പ്രശ്നമുണ്ടാകുന്ന രൂപത്തിൽ തടയരുത് എന്നർത്ഥം വരുന്ന ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ് എന്ന ഹദീസിനെ അവർ മനസ്സിലാക്കുകയും ചെയ്തു. മുജാഹിദീങ്ങളോട് പള്ളിയിൽ പോകുന്നതിന് തെളിവുണ്ടോ എന്ന് വെച്ചാൽ ഉടനെ പറയും പോകുമ്പോൾ തടയരുതെന്ന് പറഞ്ഞു. പോകുമ്പോൾ തടയരുത് ഞാൻ പോകണമെന്നാവോ? പോണ മസാല എന്ന് വേറെ, പോകുമ്പോൾ തടയുന്ന മസാല എന്ന് വേറെ. കേട്ടോ, സിനിമ കാണാൻ പറ്റുമോ? അവനെ വരുമോ? പറ്റൂല. എന്നാ സിനിമ കാണാൻ പോകുന്നതിന് തടഞ്ഞു വെക്കാൻ പറ്റുമോ? സിനിമ കാണാൻ വേണ്ടി എടുത്ത് പോകുമ്പോൾ തടഞ്ഞു വെക്കാൻ പറ്റുമോ? പറ്റൂല, ഭീകരതയാവുന്നു. കേട്ടോ, അവന് സിനിമ കാണാനാ. പോകുമ്പോൾ തടയുന്ന മസാല ഒന്ന് വേറെ, അതേ സമയത്ത് പോകുന്ന മസാല ഒന്ന് വരെ. വേറെ തെളിവുണ്ടോ? അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കാലം മുത്ത് ജുമാക്ക് പോയതിന് തെളിവുണ്ടോ? സഹാബത്തിന്റെ പെണ്ണുങ്ങൾ റസൂലുള്ളാഹിന്റെ ഭാര്യമാര് ജുമാക്ക് പോയതിന് തെളിവുണ്ടോ? ചോദിക്കുമ്പോൾ പോകുമ്പോൾ തടയാൻ പാടില്ല. പോകുമ്പോൾ തടയുന്ന കാര്യം ഇവിടെ പറഞ്ഞത്. തടയുന്ന മസാല എന്ന് വേറെ, പൂർണ്ണ മസാല എന്ന് വേറെ. തടയാൻ പാടില്ല എന്നതിന്റെ ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞത്. വേറെയും ചില വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അതാണ് പറഞ്ഞത്, വമാ അലിംതു അഹദം മിൻ സലഫിൽ മുസ്ലിമീന, സഹാബത്ത് താബീങ്ങൾ എന്നുള്ള ഒറ്റ മഹാനും അമറ അഹദം മിൻ നിസാഇഹി ബിഇതിയാനി ജുമഅത്തിൻ വലാ ജമാഅ, ഒരു ജുമാക്കോ ജമാഅത്തിനോ പോകാൻ വേണ്ടി അവരെ ഭാര്യമാരോടുൾപ്പെട്ട ഒരു ഭാര്യയോടും കൽപ്പിച്ചില്ല. മിൻ ലൈലിൻ വലാ നഹാർ, രാത്രി പോകാനും പറഞ്ഞില്ല, പകല് പോകാനും പറഞ്ഞില്ല. വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫംറുൻ അമറൂന്ന ബിഹി വഅദിനൂ ലഹുന്ന ഫീഹി. പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പെണ്ണുങ്ങളോട് പള്ളിയിൽ പോകാൻ വേണ്ടി സഹാബത്തും താബീങ്ങളൊക്കെ പറയായിരുന്നു. ഒരു പുണ്യമില്ലാത്തതുകൊണ്ടാ പറയാതിരുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും ചെയ്യുന്നത് ശരിയല്ല. നിങ്ങൾ എന്തിനാണ് നിങ്ങളെ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ അതുപോലുള്ള ആളുകളൊക്കെ എതിർക്കുന്ന കാര്യത്തിന് നിങ്ങൾ എന്തിനെ പിന്തുണക്കണം? ഹജ്ജിന് പോയാൽ അവിടെ സൗദി അറേബ്യയിൽ മംലക്കത്തുൽ അറബിയ്യത്തി സൗദിയ, അതിന്റെ കീഴിൽ സൗജന്യമായി വിതരണം ചെയ്യുന്നതാണ് ഈ ഗ്രന്ഥം. ഇതിൽ വ്യക്തമായി നിങ്ങൾക്ക് കാണാം പള്ളിയിൽ പോകാതിരിക്കുകയാണ് വേണ്ടതെന്ന്. വ്യക്തമായി ഇതിലതാ ഇബ്നു തൈമിയ്യയുടെയും മറ്റും ഉദ്ധരണി കൊടുത്തുകൊണ്ട് പള്ളിയിൽ പോകാതിരിക്കുകയാണ് വേണ്ടതെന്ന് പരസ്യമായി ഇവിടെ സൗദി അറേബ്യയിലോട്ട് ഗവൺമെന്റ് ഔഖാഫിന്റെ കീഴിൽ പ്രസിദ്ധീകരിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ പറയുന്നു. ഇത് കണ്ടുകൾ നല്ലൊരു രസം. സുബ്ഹാനല്ലാഹ്, ഈ എന്തൊക്കെയാണ് കലാകൗമുദി 16/2/90 കുറെ പെണ്ണുകൾ വെക്കുന്ന ഫോട്ടോ, എന്നിട്ട് പ്രാർത്ഥനയിലെ ലിംഗപ്രശ്നം എന്ന് പറഞ്ഞൊരു ഹെഡിങ്, എന്നിട്ട് ഒരു സുപ്രീം കോടതി വക്കീല് പാവോ മുജാഹിദീങ്ങൾ പറ്റിച്ചാണ്. അയാൾ പറയുന്നത് ദൈവത്തിന്റെ വീടാണ് പള്ളി, അവിടെ പ്രവേശിക്കുന്നതിലും ആരെയും വിലക്കാനാവില്ല. കാരണം അവിടെ ഒരിക്കലും വേർതിരിവ് പാടില്ലാത്ത സ്ഥലമാണ്. ഏറ്റവും പ്രധാനം ദൈവത്തിന്റെ മക്കളാണ് മനുഷ്യർ എന്നതാണ്. പഠിച്ചോണ്ട് കുറെ കുട്ടികൾ അള്ളാന്റെ മക്കളാണ് മനുഷ്യന്മാര്. ഇത് ക്രിസ്തു മതമാണ്. മുജാഹിദായ വക്കീലിനെ മുജാഹിദ് മൗലവിമാര് പറ്റിച്ചതാണ്. ഇത് ഇസ്ലാം മതമല്ല, ക്രിസ്തു മതമാണ്. ദൈവത്തിന്റെ മക്കളാണ് സുപ്രീം കോടതി അഭിഭാഷകൻ TK ഇബ്രാഹിം എന്ന് പറയുന്ന വക്കീലാണ് എഴുതുന്നത്. ഈ എന്റെ പ്രിയപ്പെട്ട വക്കീലന്മാരെ, നിങ്ങൾ മുജാഹിദീങ്ങളിരുന്ന് ദീന് പഠിച്ചാൽ ക്രിസ്ത്യാനിയാവും. നിങ്ങൾ മുസ്ലിമീങ്ങളിരുന്ന് ദീന് പഠിക്കണം. പണ്ഡിതന്മാരുമായി നിങ്ങൾ ബന്ധപ്പെടണം. നിങ്ങൾ ഞങ്ങളിൽ നകന്നു നിൽക്കരുത്. നിങ്ങൾ ഞങ്ങളോട് ബന്ധപ്പെട്ട് ദീന് പഠിക്കൂ. ഇനി ഇതിലൊരു പെണ്ണിന്റെ ലേഖനം കണ്ടുകൾ ചരിത്രത്തിൽ സംഘലിപികളിൽ എഴുതേണ്ട കാര്യമാണ് പാളയം ഇമാം ചെയ്തത്. ഒരു പാളയം ഇമാം, സിനിമ ഇമാം, മൂപ്പര് സംഘലിപിയിൽ എഴുതേണ്ട കാര്യമുണ്ട്. എനിക്ക് കേട്ടോ. ബാക്കി പള്ളികളിൽ മാത്രമല്ല എല്ലായിടത്തും സ്ത്രീകൾക്ക് തുല്യ നീതി കിട്ടണം. നല്ലൊരു വാദാണ്, സ്ത്രീകൾക്ക് തുല്യ നീതി കിട്ടണം. ഇനി അങ്ങോട്ട്
മുജാഹിദിന്റെ ഭാര്യ ഒന്ന് പ്രസവിച്ചാൽ അടുത്തത് ഭർത്താവ് പ്രസവിക്കണം. എന്തേ? ഞമ്മക്ക് മാത്രം ഇങ്ങനെ വയറ്റിലെത്തിക്കുന്ന വേണവും, ഞമ്മക്ക് മാത്രം തുല്യനീതി കിട്ടണം. ഖുത്ബ മുജാഹിദ് മൗലവി ഓതിയാൽ ഇമാമത്ത് പെണ്ണ് കിട്ടണം. പെണ്ണ് ഖുത്ബ ഓതിയാൽ ഇമാമത്ത് ഇതെടുക്കണം. ബാങ്ക് പെണ്ണുങ്ങളെ കൊണ്ടുപിടിക്കണം. അല്ല രസമുണ്ടാവും, ആളുകൾ കൂടുതൽ ഉണ്ടാവും. ഇക്കാമത്ത് കാണുള്ളൂ. തുല്യനീതി വേണ്ടേ? തുല്യനീതി. അല്ലാഹു ഖുർആനിൽ പറയുന്നു, സാമ്പത്തിക രംഗത്ത് തുല്യമാണ് എന്ന് പറഞ്ഞില്ലേ? അല്ലാഹു പറയുന്ന പുരുഷന്മാർക്കുള്ളതിന്റെ പകുതിയാണ് സ്ത്രീകൾക്ക്. ബാപ്പ മരിച്ചാൽ മകന് ഇരട്ടി, മകൾക്ക് പകുതി. അനീതിയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് അർരിജാലു ഖവ്വാമൂന അലൻ നിസാൽ ബിമാ ഫളല്ലാഹു ബഅദഹും അലാ ബഅദ്. ഭാര്യന്റെ ചെലവും കുട്ടികളെയും സർവ്വ ചെലവും പുരുഷൻ കൊടുത്തോളണോ? പെണ്ണിന് 5 പൈസന്റെ ചെലവില്ല. 5 പൈസന്റെ ചെലവില്ലാത്തവർക്ക് അധികം കൊടുത്താൽ അത് ദൂർത്തടിക്കാനാണ്, അല്ലെങ്കിൽ ബൂർഷയാവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് പകുതി കൊടുത്തത് തന്നെ കുറച്ച് കൂടുതലാണെന്നേ പറയാൻ പറ്റുള്ളൂ. അത് കൂടുതലല്ല, അള്ളാഹ് നിശ്ചയിച്ചത് റെഡിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ സ്ത്രീകൾക്ക് പകുതിയാണെന്ന് ഖുർആൻ പറയുന്നു, ഇവർ പറയുന്നു സാമ്പത്തിക രംഗത്ത് തുല്യമാണ്. ഖുർആൻ സ്വീകരിക്കാത്ത മതം അതെന്ത് ഇസ്ലാം മതം? ഇനി നിങ്ങൾ നോക്ക്, ഇവർ പറയുന്നേ എല്ലായിടത്തും സ്ത്രീകൾക്ക് തുല്യനീതി കിട്ടണം. ഇതൊരു തുടക്കമാകട്ടെ. ഖുർആനിൽ ഇങ്ങനെ ഖുർആനിൽ സ്ത്രീകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി എഴുതേണ്ട കാലമായി. ഖുർആനിൽ വിലക്കുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി എഴുതണം. ഖുർആൻ തിരുത്തി എഴുതിക്കോളാം. മൗലവിമാർ പറയും പോലെ, പെണ്ണുങ്ങൾ പറയും പോലെ ഖുർആൻ തിരുത്തി എഴുതിക്കൊള്ളണം. ഏതാണിത് മതം? ഇത് ഇസ്ലാം മതമാണോ? അതും ഒരു പെണ്ണ. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ സ്ത്രീയും പുരുഷനും ഒരുപോലെയല്ലെന്ന് പറഞ്ഞു. അതല്ലേ ശരി? ഖുർആൻ പറയണോ? ഖുർആൻ പറഞ്ഞ ആശയം അംഗീകരിക്കാത്തവരുണ്ടോ ഇവിടെ? നോക്ക്, നിങ്ങൾ ബസ് കയറും, നിങ്ങൾ ബസ്സിലൊന്നില്ലേ, കാണങ്ങൾക്ക് വനിതകൾ 2-4 സീറ്റ്, വനിതകൾ, ലേഡീസ്. അതിനിപ്പുറത്തൊരു സീറ്റ് എന്താണ്? വികലാംഗർ. എന്താ കാരണം? വികലാംഗർക്കൊണ്ട് വൈകല്യോ, പെണ്ണുങ്ങൾക്കൊണ്ട് വൈകല്യോ. അതുകൊണ്ട് ഉടനെ സീറ്റ് കൊടുത്തോളാം. അല്ലേ? എന്റെ പുരുഷന്മാരും വലിയ സീറ്റുണ്ടോ? എല്ലാവർക്കും അറിയാം ആണും പെണ്ണും ഒരുപോലെല്ല. ആണും പെണ്ണും ഒരുപോലെല്ല എന്ന് തിരിയാത്തൊരു വിഭാഗം. സുന്നികളെ പറ്റി ഉമ്മർ പോലെ പറഞ്ഞ് മുസ്ലിമായിട്ട് നടക്കുകയില്ല, കാഫറാന്ന് സമ്മതിക്കുകയും ചെയ്യാത്തൊരു വർഗാണ്. എന്നാൽ ഞാൻ ചോദിക്കുന്നത്, ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം തിരിയാത്തൊരു വർഗമല്ലേ നിങ്ങളും? ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം തിരിയാത്തൊരു വർഗം ഇതൊരു മതമാണ്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ്, ഇത് രണ്ടും വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള ഈ പോക്ക് കടുത്ത കപട വിശ്വാസമാണ്. അത് അല്ലാഹുവിന്റെ ദീനല്ല. മുഖവും തുറന്നിട്ടുകൊണ്ടല്ലേ ഈ പിലാത്തറയിൽ ഉമ്മമാര് വന്ന് പ്രസംഗിച്ചത്? ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് എന്താണ്? ഖുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. ഓ നബിയേ, നബിയുടെ ഭാര്യമാരോടും തങ്ങളെ പെൺകുട്ടികളോടും ഈമാനുള്ളവരെ ഭാര്യമാരോടും പറയൂ നബിയെ, അവരുടെ മൂടുപടങ്ങൾ അവർ താഴ്ത്തിയിടട്ടെ, മുഖമടക്കം മറച്ചുകൊള്ളട്ടെ. മുഖം മറക്കാതെ അന്യപുരുഷന്മാര് കാണുന്ന സ്ഥലത്തേക്ക് പെണ്ണിന് പോയിക്കൂടാ, ഇറങ്ങിക്കൂടാ. പരിശുദ്ധ ഖുർആൻ വ്യക്തമായത് പറഞ്ഞില്ലേ? സഹാബത്ത് അങ്ങനെ അതിന് വ്യാഖ്യാനിച്ചു. മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷയിലില്ലേ? മൗദൂദിന്റെ ഖുർആൻ പരിഭാഷയിലില്ലേ? മുജാഹിദ് ജമാഅത്തുകാരാ, നിങ്ങളെ ഖുർആൻ പരിഭാഷയിൽ നിങ്ങൾ എഴുതി വെച്ച ആശയം തന്നെ നിങ്ങൾ തള്ളിയിട്ട് യുവതികളായ സ്ത്രീകളെ പരസ്യമായി രംഗത്ത് കൊണ്ടുവന്ന് മുഖം തുറന്നിട്ടുകൊണ്ട് സ്റ്റേജുമത്തേറി പാട്ടുപാടിക്കുകയും പ്രസംഗിപ്പിക്കുകയും പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന മതം, അത് ഞങ്ങളെ ഇസ്ലാം മതമല്ല.
ഇസ്ലാം മതത്തിൽ അങ്ങനെയൊന്നുമില്ല. ഞങ്ങളെ ഇസ്ലാം മതം ഖുർആൻ പറഞ്ഞതാണ്, ഹദീസ് പറഞ്ഞതാണ്. ഖുർആനും ഹദീസും വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് മൗലൈമാര് സ്വന്തം മതമുണ്ടാക്കുകയാണല്ലേ. ഇസ്ലാം മതമല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളിവിടെ ഒരു ജുമാ നടത്തിയല്ലോ, ഏതാണ് ആ ജുമാ? ഒരു പേപ്പറിൽ കണ്ടു 9 മണിക്ക് ജുമാ നടത്തി, മനോരമയിൽ. വേണ്ട, ഓടുന്ന സമയത്തിന് ആയിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത്, പോകുന്ന സ്ഥലത്തൊക്കെ ജുമാ നടത്തല. നിങ്ങൾ ഏത് നബിയെയാണ് പിന്തുടരുന്നത്? ഞങ്ങളെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തുനിന്ന് വന്നു, സഹാബത്ത് വന്നു. എവിടെ വന്നു? മുസ്ലിമീങ്ങൾ ചിന്തിക്കണം, ഇവരെ മതമേതാണ്? എവിടെ വന്നു? അറഫ മൈതാനിയിൽ വന്നു. എന്തിന്? ഹജ്ജിന് വേണ്ടി വന്നു. അന്ന് വെള്ളിയാഴ്ചയാണ്. ലക്ഷക്കണക്കിന് സഹാബത്തുണ്ട്. ദുൽഹജ്ജ് 9 അറഫയാണ്. റസൂലുള്ളാഹിയുണ്ട്, സഹാബത്തുണ്ട്. അത്ര ബഹുമാനമുള്ള ഒരു ദിവസമുണ്ടോ? അത്ര ബഹുമാനമുള്ള ഒരു മജ്‌ലിസുണ്ടോ? ലക്ഷക്കണക്കിന് സഹാബത്തും റസൂലുള്ളാഹിയും അറഫ മൈതാനിയിൽ വന്ന് വെള്ളിയാഴ്ചയാണ്. ജുമാ നിസ്കരിച്ചില്ല, ളുഹ്ർ നിസ്കരിച്ചു. കാരണം എന്താണ്? നാട്ടുകാർക്ക് അല്ലാതെ അന്യനാട്ടുകാർക്കൊരു ജുമാ ഇല്ല. അന്യനാട്ടുകാർ വന്നിട്ടൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് ജുമാ നിസ്കരിക്കലില്ല. റസൂലുള്ളാഹിയും സഹാബത്തും മക്ക മദീനയിൽ നിന്ന് അറഫയിൽ വന്നതാണ്. അറഫ മൈതാനിയിൽ അന്നാട്ടുകാരില്ല. നാട്ടുകാരില്ലാത്ത ജുമാ പാടില്ല. അതുകൊണ്ട് റസൂലുള്ള ളുഹ്ർ നിസ്കരിച്ചു. ഓ, ഇവിടെ പിലാത്തറയിൽ വന്നിട്ട് നാട്ടുകാരില്ലാതെ അന്യനാട്ടുകാരൊരുമിച്ച് കൂടി ജുമാ നടത്തിയിട്ട് ഉള്ള ളുഹ്റും പോക്കിയ മുജാഹിദേ, നിന്റെ നബിയേതാണ്? ഞങ്ങളെ നബി അന്യനാട്ടിലെത്തിയപ്പോ നാട്ടുകാരില്ലാതെ ജുമാ നടത്തിയിട്ടില്ല. ഞാനെനിക്കും ചോദിക്കുന്നു, നിങ്ങളെ മതമേതാണ്? ഞാൻ ചോദിക്കുന്നു, ഈ മൗലൈമാരെവിടെയാണ് കൊണ്ടുപോകുന്നത്? ഞങ്ങളെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടോ അതുപോലെ നിസ്കരിച്ചോളണം. വകാന യഖ്തുബു ബിൽ അറബിയ്യ, അറബിയിൽ ഖുതുബോദി, അറബിയിലാണ് ജുമാ നിസ്കരിച്ചത് റസൂലുള്ളാഹ്. മലയാളത്തിൽ ഖുതുബോദിയിട്ട് അറബിയിലുള്ള ജുമാ നിസ്കാരം റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നിസ്കരിച്ചിട്ടുണ്ടോ? വല്ല സഹാബത്തും ചെയ്തിട്ടുണ്ടോ? പോകട്ടെ, തൃശൂരിൽ പുതിയ കാവിൽ വെച്ച് വാദപ്രതിവാദം നടത്തുമ്പോ ഞാൻ അന്ന് ചെറിയ കുട്ടിയാണ്. ഞാൻ ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദിന് കിതാബ് ഇങ്ങനെ എടുത്തു കൊടുക്കുമ്പോ ഉസ്താദ് ഇടയ്ക്കൊരു ചോദ്യം മൗലവിയോട്. റസൂലുള്ളാഹിന്റെ കാലം മുതൽ 1200 കൊല്ലത്തിനടുത്ത് ലോകത്തെവിടെയെങ്കിലും അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബോദിയ ഒരു ചരിത്രം തെളിയിക്കാമോ? കാന്തപുരം ഉസ്താദിന്റെ ചോദ്യം. മൗലവിന്റെ മറുപടി, 1200 കൊല്ലം കൊള്ളിക്ക് ആരും തിന്നിട്ടില്ലാച്ച് തേരി തിന്നൂടാനുണ്ടോ? മൗലവിന്റെ ചോദ്യം. നിങ്ങളൊന്ന് ആലോചിച്ചു. നിസ്കാരം പോലെ അതിനേക്കാൾ ബഹുമാനമുള്ള ഒരു ഇബാദത്ത് 1200 കൊല്ലത്തോളം ലോകത്തേതെങ്കിലും ഒരു പള്ളിയില് ഏതെങ്കിലും ഒരു ഖതീബ് അറബിയല്ലാത്ത ഏതെങ്കിലും ഒരു ഭാഷയില് ഏതെങ്കിലും ഒരു ജുമാ ദിവസം ഏതെങ്കിലും ഒരു ഖുത്ബ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. മറുപടി, കൊള്ളിക്ക് നിന്നും പോലല്ലേ. അതുകൊണ്ട് തന്നെ വാദപ്രതിവാദം അവിടെ നിർത്തി. പള്ളിയിലെ അറബിയിൽ തന്നെ ഖുത്ബാന് തീരുമാനമെടുക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, ഇസ്ലാം ദീന് കളിക്കാനുള്ളതാ? എവിടെ നിന്ന് ഈ മലയാള ഖുത്ബ ചോദിക്കുന്നത്? ഖുർആനിൽ ആയത്തുണ്ടോ? മലയാളത്തിൽ ഖുത്ബ പോകുന്നതിന് ഖുർആനിൽ ആയത്ത് തെളിവുണ്ടോ? ആയിരുന്നോ? ഹദീസുണ്ടോ? 1300 കൊല്ലത്തിനടുത്ത് ഒരു ചരിത്ര പാരമ്പര്യമുണ്ടോ അറബിയില്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതിയത്? എവിടുന്ന് വന്നു ഈ ഖുത്ബ? ഇസ്ലാമിനെ സ്വന്തം ഉണ്ടാക്കിയ ക്രിസ്തുമതമാണോ ഇത്? അച്ഛന്മാരുണ്ടാക്കുന്ന മതമാണോ ഇത്? ഇസ്ലാം മതത്തിന് തെളിവുണ്ട്. ഖുർആനിലുണ്ടോ അറബിയില്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതുന്നതിന് തെളിവ്? ഹദീസ് ഞാൻ ഓതി. ഇമാം നവവി റളിയല്ലാഹു തെളിവ് പറഞ്ഞ ഹദീസ്, ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഞാൻ നിൽക്കറ്റ് പോലെ നിൽക്കത്തോളം ഞാൻ അറബിയിൽ ഖുത്ബ ഓതി, അറബിയിൽ നിസ്കരിച്ച ഭാഷയിൽ ഖുത്ബ ഓതി, ഖുത്ബ ഓതിയ ഭാഷയിൽ നിസ്കരിച്ചു. നിസ്കാരത്തിനൊരു ഭാഷ, ഖുത്ബക്ക് വേറൊരു ഭാഷ. എവിടുന്ന് കിട്ടി മതം? നിങ്ങൾക്ക് തിരിയണോ? എന്നാ ബാക്കിയുള്ളൊന്നും തിരിയണ്ടേ? എന്താണ് ബാങ്ക് വല്ലാത്ത കാത്ത്? എന്ത് രസം ഉണ്ടാവും? അല്ലാഹു വലിയവനാണ്.
നോക്കൂ ജീവനാണ് നന്ദി തുടങ്ങുക. സുന്നിപ്പള്ളിയിൽ മുജാഹിദുകളിൽ നിസ്കരിക്കാൻ വരുന്നോ എന്താ അങ്ങനെ കൊടുക്കത്ത് ജനങ്ങൾക്ക് തിരിയണ്ടേ? അള്ള റസൂലും സഹാബത്തും പഠിപ്പിച്ച മതം അങ്ങനെ തന്നെ നിർത്തിക്കോ. പിന്നെ മാറ്റോ അല്ലെങ്കിലെല്ലാം മലയാളത്തിൽ റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലുള്ളാഹിന്റെ നാട്ടിലെ ഭാഷയിൽ ബാങ്ക് കൊടുക്കും. നമ്മുടെ നാട്ടിലെ ഭാഷയിൽ ബാങ്ക് സലാം ചൊല്ലി. റസൂലുള്ളാഹിന്റെ കാലത്ത് ഇങ്ങനെ റസൂലുള്ളാഹിന്റെ നാട്ടിലെ ഭാഷയിൽ സലാം അലൈക്കും വലൈക്കും സലാം. നിങ്ങളെങ്ങനെ സലാം ചൊല്ലുക? അല്ലാന്റെ അവസ്ഥ എനിക്കുണ്ടാക്കി എനിക്കുണ്ടാട്ടെ. എന്താ ഞാൻ അങ്ങനെ സലാം ചൊല്ലത്? എവിടുന്ന് വന്നു ഈ കുത്തുബ മലയാളം? ലോകത്തുറച്ച പണ്ഡിതൻ ചെയ്യാത്തൊരു കാര്യം. മുസ്ലിം സമുദായത്തിന്റെ ഭാഷ ഐക്യം. മുസ്ലിം സമുദായം എന്താണത്? സമുദായം ഒരു കേന്ദ്രം കാബ, ഒരു ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ, ഒരു യജമാനൻ അല്ലാഹ്, ഒരു നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്, ഒരു ഭാഷ അറബി ഭാഷ. എന്താണ് ഐക്യം? ആ മുസ്ലിം ഐക്യം തകർക്കാൻ വേണ്ടി ദീനിന്റെ ഇബാദത്തുകൾ മുഴുവൻ ഭാഷ മാറ്റുന്നത് എവിടുന്ന് വന്നതാണ്? ഏത് മതമാണ്? ദീൻ തകർക്കാൻ വേറെന്താ? സുബ്ഹാനല്ലാഹ്. പണ്ഡിതന്മാർ തർക്കമില്ലാതെ ചെയ്തു വന്ന കാര്യം, ഖുർആൻ വ്യക്തമായി പറഞ്ഞ കാര്യം ഒക്കെ ചോദ്യം ചെയ്യും. എന്തിനധികം ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്തും. നിങ്ങൾ നോക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പാടില്ല മുജാഹിദിന്റെ വാദം കേട്ടില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലരുത് അങ്ങനെ മുജാഹിദ് പറഞ്ഞോ? നിങ്ങൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് നോക്ക്. മയ്യത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാ മുജാഹിദ് പറയൂ മൗനജാതാർത്ഥമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ്റൂല. മയ്യത്തിന്റെ അടുക്കൽ നിങ്ങൾ ഖുർആൻ നോക്ക്, ഖുർആൻ ഓതാൻ പറ്റൂല. സഹോദരന്മാരെ, അല്ലാഹുവും റസൂലും പഠിപ്പിച്ച മതം നശിപ്പിക്കാൻ വേണ്ടി പുതിയ ആശയങ്ങൾ മെനഞ്ഞുണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്. ഞാൻ ഇനിയും ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഒറ്റ ഉദാഹരണം കൂടി ഇക്കാര്യത്തിൽ പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്താം. നിങ്ങളൊന്ന് ചിന്തിക്കും. അള്ളാഹുവിന്റെ റസൂല് മയ്യിത്തുണ്ടോമ ദിക്ർ ചൊല്ലണമെന്നോ ചൊല്ലണ്ടെന്നോ പറഞ്ഞത്? ഖുർആനും ഹദീസും മയ്യിത്തുണ്ടോമ ദിക്ർ ചൊല്ലണമെന്ന് പറഞ്ഞോ ചൊല്ലണ്ടെന്ന് പറഞ്ഞോ എന്ത് പറഞ്ഞു? ഞാൻ പറയുന്നു ചൊല്ലണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചു. ചൊല്ലാൻ പാടില്ലെന്ന് മൗലവിമാര് പറയുന്നു. ചോദിക്കുന്ന മൗലവിമാരോട് എന്ത് ചോദിക്കുന്നു? മയ്യത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലരുത് എന്ന് ഖുർആൻ ഉണ്ടോ? മയ്യത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയരുത് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ? വല്ലാഹി ഇല്ല. പിന്നെ അതാര് പറഞ്ഞു? ഖുത്ബ മലയാളത്തിലാക്കണം എന്നത് മൗലവിയുടെ ഖൗലായതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മയ്യത്ത് കൊണ്ടുപോകുമ്പോ പറയരുത് എന്നത് മൗലവിയുടെ സ്വന്തം വകയിലുള്ളൊരു അഭിപ്രായമാണ്. ഇസ്ലാം മൗലവിക്ക് അഭിപ്രായം പറയാനുള്ള മതമല്ല. റസൂൽ പറഞ്ഞു ഇദാ ഹദർതുമുൽ മരീമ അബിൽ മയ്യിത ഫഖൂലൂ ഖൈറാ. മരണമാസന്നമായ രോഗിയുടെ സമീപത്ത്, മരിച്ച മയ്യത്തിന്റെ സമീപത്ത് നിങ്ങൾ ഹാജരായാൽ ഫഖൂലൂ ഖൈറാ, നിങ്ങൾ ഖൈറായത് ചൊല്ലിക്കൂ. മരിച്ച മയ്യത്തിനടുക്കൽ ഖൈറായത് ചൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യും. ഖൈറായത് എന്ന് പറഞ്ഞാലോ അത് റസൂലുള്ള തന്നെ വിവരിക്കുന്നു. ഖൈറുമാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും ഖൈറായ ചെല്ലാന്റെ പിന്നെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിച്ച മയ്യത്തിനടുക്കൽ ചൊല്ലണമെന്ന് പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ശരി, നിങ്ങൾ നോക്ക്. റസൂലുള്ള തന്നെ വേറൊരു ഹദീസിൽ പറയുന്നു ഖൈറുൽ കലാമി കലാമുല്ലാഹ്. വചനങ്ങളിൽ ഏറ്റവും ഖൈറായ വചനം ഖുർആനാണ്. അപ്പൊ മരിച്ച മയ്യത്തിനടുക്കൽ ഖൈറായത് ചൊല്ലണമെന്ന് പറഞ്ഞതിൽ ഖുർആൻ ഓതണമെന്നും ഹദീസിൽ റസൂലുള്ള പഠിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് സുന്നികൾ മരിച്ച മയ്യത്തിനടുക്കൽ ഖുർആൻ ഓതുന്നു, മരിച്ച മയ്യത്തുകൊണ്ട് നമ്മൾ ദിക്റില്ലെന്ന് മൗലവിമാര് പറയുന്നു. പാടില്ല. ഈ ഇസ്ലാം മതം മാറ്റാൻ ഇവർക്ക് അധികാരം കൊടുത്തു.
വഞ്ചന നോക്കുങ്ങൾ. മുജാഹിദിന്റെ വലിയൊരു മൗലവേദിയതാണ്. ഇയാൾ പറയുന്നത് വൈറ്റമിട്ടുണ്ടോ നിൽക്കുകയല്ലായിരുന്നു. അതിന്റെ തെളിവ് ഇബിന് ഹജർ പറഞ്ഞൂടാ. ഇബിന് ഹജർ എന്താ പറഞ്ഞു? വൈറ്റമിട്ടുണ്ടോ നിൽക്കലുണ്ടായിരുന്നോ? ഇബിന് ഹജർ പറഞ്ഞത് ദാക്കിറം ബിലിസാനിഹി സിറൻ, നാവ് കൊണ്ട് പതുക്കെ ദിക്ർ ചൊല്ലിക്കൊണ്ടുപോകണം. മയ്യത്ത് പതുക്കെ എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുമ്പോൾ ശബ്ദം വേണ്ട, ഈ കാമത്ത് കൊടുക്കുമ്പോൾ പതുക്കെ മതി, പതുക്കെ ദിക്ർ ചൊല്ലിക്കൊണ്ടുപോകണം. അതിന് മൗലവി എന്ത് ചെയ്യുമെന്നറിയോ? ഈ ഉദ്ധരണി കൊടുത്തിട്ട് ആളെ പറ്റിക്കുകയാണ്, അർത്ഥം മാറ്റിയിട്ട്. അർത്ഥം കൊണ്ട് വെച്ചു ആർക്കും തിരിയൂ. നമ്മളെ മുജാഹിദ് ഡോക്ടർക്ക് തിരിയെന്ന് ഞാനറിയില്ല. കേട്ടോ, മരണത്തെയും ദുനിയാവിന്റെ ക്ഷണികതയെയും മറ്റും ഓർക്കുക. നാവ് കൊണ്ട് രഹസ്യമായി ഓർക്കാൻ ശ്രദ്ധിക്കരുത്. നാവ് കൊണ്ട് ഓർക്കുക. നിങ്ങൾ കേട്ടിന് ഇതുവരെ നാവ് കൊണ്ട് ഓർക്കല്? നാവ് കൊണ്ട് ദിക്ർ ചൊല്ലണോന്നാ അതിന്റെ അർത്ഥം മാറ്റിയത് ആളെ പറ്റിക്കാൻ വേണ്ടി. നാവ് കൊണ്ട് ഓർക്കാൻ, നാവ് കൊണ്ട് ഓർക്കുക, മൂക്കുകൊണ്ട് കേൾക്കുക, മുട്ടുകൊണ്ട് മൂത്രയിക്കുക. ഇതൊക്കെ മൗലവിമാർക്കുള്ള പരിപാടിയാ. നാവ് കൊണ്ട് ഓർക്കലുണ്ടെങ്കിൽ നാവ് കൊണ്ട് ചെല്ലണമെന്നാണ് ഇതിനെ പറഞ്ഞത്. അതിന്റെ അർത്ഥം മാറ്റിയതാ സാധാരണക്കാരനെ പറ്റിക്കാൻ. ഇതാണ് സാധാരണക്കാരായ മുസ്ലിമീങ്ങള്. നിങ്ങളോട് സാധാരണയായി പണ്ഡിതന്മാര് പറയുന്നത് ഇവർ പറ്റിക്കും, ദീന് നശിപ്പിക്കും, അതിനുവേണ്ടി ഇറങ്ങിയതാണ്. ഇത് റസൂലുള്ള നേരത്തെ പറഞ്ഞത്. എന്നിട്ട് പറയുന്നു സുന്നികളായ ആളെ തുറന്ന് നിൽക്കൂടാ, സുന്നിയക്ക് കല്യാണം വെച്ചു കൊടുത്തൂടാ, സുന്നികൾ അർത്ഥം തിന്നൂടാ. ഈ അക്രമം തീർത്ത് വിഷയാൻ നിന്നോട് ചെയ്തിട്ട് ഇങ്ങോട്ടാ കുറ്റോ. സുന്നികള് വൈദ്യമാല ചെല്ലുന്നു മൊങ്കോസ് പോലെ തോന്നുന്നതുകൊണ്ട് ചിർക്ക് ചെയ്യുന്നവരാണ്. അവരർത്ഥം തിന്നൂടാ, സുന്നികൾ അർത്ഥം തിന്നൂടോളൂ. സുന്നികൾ അർത്ഥം തിന്നൂടാൻ മുജാഹിദിന്റെ മാസികയിൽ നോക്കോ. ഇതാ മുജാഹിദിന്റെ മുഖോത്തരമായ അൽമന 1980 ജനുവരി. ഞാൻ വായിച്ചു കേട്ടോളെ. ഔലിയാക്കളെയും അമ്പിയാക്കളെയും വിളിക്കൽ ചിർക്കാണ് എന്ന് പറഞ്ഞതിന് ശേഷം പറയാൻ, ചിർക്ക് ചെയ്യുന്നവരുമായുള്ള വിവാഹബന്ധവും. അങ്ങനെ മങ്കൂസ് മൗലിദ്, മുഹീദ്ദീൻ മൗലിദൊക്കെ എന്താണ്? ചിർക്കാൻ. ചിർക്ക് ചെയ്യുന്നവരുമായുള്ള വിവാഹബന്ധവും അവരറുത്ത മാംസം ഭക്ഷിക്കലും അവർക്ക് മയ്യത്ത് നമസ്കരിക്കലും അവരെ തുടർന്ന് നമസ്കരിക്കലും അനുവദനീയമല്ല. അത് മങ്കൂസ് മൗലിദും മുഹീദ്ദീന്മാരൊക്കെ തീർക്കാന് അത് ചെയ്യുന്ന ആളുകളെ തുടർന്ന് വെച്ചിട്ടൂടാ, അവർക്ക് മയ്യത്ത് വെച്ചിട്ടൂടാ, അവരർത്ഥം തിന്നൂടാ, അവരുമായിട്ട് കല്യാണം നടത്തിക്കൂടാ എന്ന് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ 1980 ജനുവരിയിൽ അൽമനാർ പറയും. ഇപ്പൊ ചിലർ ചോദിക്കൂ, എന്നിട്ട് മുഹീദ്ദീന്മാരെ തീർത്തും ചെല്ലുന്ന മുക്കരിക്ക അർത്ഥം തിന്നലുണ്ടല്ലോ, നിങ്ങൾ അവരോട് ചോദിക്കും. അവർ അൽമനാറിലുണ്ട് എങ്ങനെയാണ്? പിന്നെ അത് ഇതാ റുയൽ ലഹ്മു നസിയൽ ഹുക്മ എന്നതാണോ എന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ വേണ്ടിയിട്ട് എഴുതിയതിങ്ങനെയാ. ഇനി എന്തിന് ഖുതുബ, എന്തിന് സ്ത്രീജുമ, എന്തിന് തെറാവിഹൊക്കെ പറയണോ? നിക്കാരം തന്നെ പോയില്ലേ? എല്ലാ നിക്കാരും പാപ്പല്ലേ? നോക്കുങ്ങൾ അയ്യൊറ്റൊന്നൊരു പദം. മുജാഹിദിന്റെ മദ്രസയിൽ കേട്ടോ, മുജാഹിദിന്റെ മദ്രസയിൽ 978 അച്ചടിച്ച് 82 വരെ പഠിപ്പിച്ച് ഈ ബുക്കാണ്. ഇതിന് നിസ്കാരത്തിന്റെ ഫർദ്. നമസ്കാരത്തിന് 14 ഫർദുണ്ട്. 1 നിയ്യത്ത്, അങ്ങനെ പോയിട്ട് 14 ചേർത്ത് ഇതുവരെ പറഞ്ഞു. അപ്പൊ എത്രയായി ഫർദ്? 14. 82 വരെ 14. 82 മുതൽക്ക് ഈ ബുക്ക് മാറി. പിന്നെ നിസ്കാരത്തിന്റെ ഫർദ് 9. കണ്ടോ? 82 മുതൽക്ക് ഈ ബുക്കാണ്. ഈ ബുക്കിൽ നിസ്കാരത്തിന്റെ ഫർദ് എത്ര? കണ്ടോളി. നമസ്കാരത്തിന്റെ ഫർളുകളും മര്യാദകളും 1 തക്ബീറത്തുൽ ഇഹ്റാം. നേരത്തെ 1 നിയ്യത്തായി, ഇപ്പോ 1 തക്ബീറത്തുൽ ഇഹ്റാം. നിയ്യത്ത് പോയി. 1 നിയ്യത്ത് എന്നത് പോയി. ഇപ്പൊ പറയുന്നോട്ടോ 1 തക്ബീറത്തുൽ ഇഹ്റാം, 2 ഫാത്തിഹ, 3 റുക്കൂ, 4 ഇഅ്തിദാൽ, 5 സുജൂദ്, 6 ഇടയിലിരുത്തം, 7 അത്തഹിയ്യാത്ത്, 8 സലാത്ത്, 9 സലാം ചൊല്ലൽ എന്നീ നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് നമസ്കാരത്തിന്റെ ഫർള് എന്ന് പറയുന്നു. ഖലാസ് കഴിഞ്ഞു. നിങ്ങൾ നോക്ക്, പണ്ഡിതന്മാർക്കിടയിൽ 4 മദ്ഹബിന്റെ ഇമാമിൽ അവർ ദീൻ പൂർണ്ണമായി പഠിച്ചു. ചെറിയ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ സഹാബത്തിനിടയിൽ ഇസ്ലാമിൽ ഉണ്ടാകണമെന്ന് അള്ളയും റസൂലും തീരുമാനിച്ചത്, അത് സഹാബത്ത് നിലനിർത്തി.
അതേ അഭിപ്രായം ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ പിൻഗാമികളായ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ നിലനിർത്തി. യഥാർത്ഥത്തിൽ ഇമാമിങ്ങൾക്കിടയിൽ ശാഖാപരമായല്ലാതെ ഒരിക്കലും അടിസ്ഥാനപരമായ തർക്കമില്ല. നിങ്ങൾ ഒന്നുകൂടി ഒരു കാര്യം മനസ്സിലാക്കാം, ഇതൊരു വലിയ വിഷയമാണ്. എന്തുകൊണ്ട് പലരും തെറ്റിദ്ധരിക്കും, ഇമാമിങ്ങൾക്ക് തർക്കില്ല, വെറുതെ പറയാ. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇശാ നിസ്കരിച്ചാൽ ഉടനെ വിത്ർ നിസ്കരിക്കും ഞാൻ പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് നിസ്കരിക്കും. ഇത് അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. റസൂലുള്ളാഹിന്റെ മുമ്പിലെത്തിയപ്പോ രണ്ടും ശരിയാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. ഇതുപോലെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇമാമിങ്ങൾക്കിടയിലുണ്ടാകാം, അത് യഥാർത്ഥത്തിൽ തർക്കമല്ല. നിങ്ങൾ നോക്ക്, 4 മദ്ഹബും പറയുന്നു ഖുനൂത്ത് ഓതണം, വിത്ർ നിസ്കരിക്കണമെന്ന് സിദ്ദീഖുൽ അക്ബറും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു രണ്ടാളും പറഞ്ഞു. ഉറങ്ങുന്നതിന് മുമ്പാണോ നല്ലത്, ശേഷമാണോ നല്ലത്, തർക്കം. ഇതുപോലെ രണ്ടും ശരിയെന്ന് റസൂലുള്ളാഹി. ഇതുപോലെ ഖൂമൂലില്ലാഹി ഖാനിതീൻ, ഖുർആൻ അല്ലാഹു പറയുന്നു ഖുനൂത്ത് ഓതി നിങ്ങൾ നിസ്കരിക്കണം. 4 മദ്ഹബും പറയുന്നു ഖുനൂത്ത് ഓതണം. പക്ഷേ ഇമാം അബൂ ഹനീഫ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ രണ്ടാളും പറയുന്നു വിത്ർ നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതണം. മാലിക് ഇമാം ശാഫിഈ പറയുന്നു സുബഹിക്കാരത്തിൽ ഓതണം. ഖുനൂത്ത് വേണ്ട, തീരെ വേണ്ട. മുജാഹിദ് ഒരു കാത്തിൽ ഖുനൂത്ത് വേണ്ട. മുജാഹിദ് എന്താ കാരണം? ഖുനൂത്തുള്ള ദുആ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈതുന, എന്റെ അർത്ഥം എന്താ? അല്ലാഹുവേ നീ നേർവഴിയാക്കിയവരെ കൂടെ എന്നെയും നേർവഴിയാക്കണെന്നാ. പിന്നെ മുജാഹിദ് ഉണ്ടാവോ? അതുകൊണ്ട് ഖുനൂത്ത് തന്നെ വേണ്ട. തീരുമാനം നിങ്ങൾ ആലോചിക്കണം. ദീൻ കണ്ടോ, ഉമർ മൗലവിയുടെ ചോദ്യം 4 മദ്ഹബും വിട്ടിട്ട് ഇവരുടെ എത്തിയോ നോക്കണല്ലോ. ഒരാൾക്ക് 5 മദ്ഹബ് ഒരു വിഷയത്തിൽ ഉമർ മൗലവി ഒടുങ്ങി വെച്ച് ഖുനൂത്തിന്റെ ചോദ്യം. അതുകൂടി ഇങ്ങോട്ട് വായിച്ചതാ, കേട്ടോളി. സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നതിൽ നിഷ്ഠ പാലിക്കുകയും മറന്നുപോയാൽ സഹവിന്റെ സുജൂദ് ചെയ്യുകയും ഖുനൂത്തും സുജൂദും ഒന്നും എടുക്കാത്തവരെ വഴി പേറ്റവരായി കണക്കാക്കുകയും ചെയ്യുന്ന ഇമാമിനെ തുടർന്ന് സുബ്ഹി നിസ്കരിക്കുന്ന മുജാഹിദ് സഹോദരന്മാരെ പറ്റി താങ്കൾ എന്ത് പറയുന്നു? ഉത്തരം, മുജാഹിദുകൾ അവരോട് യോജിക്കുന്നവരെ സംഘടിപ്പിച്ച് പ്രത്യേകം ജമാഅത്ത് നടത്തുകയാണ് വേണ്ടത്. അതിന് തരപ്പെടാൻ ഞാൻ ചിലപ്പം തരപ്പെടില്ല, ഒറ്റയൊരുത്തനെ ഉണ്ടാവും. അതിന് തരപ്പെടാൻ ഞാൻ ചോദ്യത്തിൽ പറഞ്ഞതുപോലെയുള്ള ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുന്നതിന് വിരോധം ഇല്ല. അദ്ദേഹം തനി ശിർക്കനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തുടരാൻ പറ്റുകയും ഇല്ല. തനി ശിർക്കച്ചാ തോതു റാത്തി പോതു അങ്ങനത്തെ ആളെന്ന് തുടരാൻ പറ്റൂല. ഇനി ഇമാമ് ഒരു തോന്നുന്ന വേണ്ടും അത് കേട്ടോളി. ഒരാളഭിപ്രായനെ ഇമാമ് ഖുനൂത്ത് സമയത്ത് ഖുനൂത്തിൽ പങ്കെടുക്കാതെ വെറുതെ നിൽക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാവുന്നു. ഖുനൂത്ത് വെറുതെ അതാ നല്ലതെന്ന് മനസ്സിലാകും. ഇനി ബാക്കി കേട്ടോളി. ആ സമയത്ത് തസ്ബീഹ് നീട്ടിച്ചൊല്ലുകയോ സ്വന്തം നിലയ്ക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയോ ചെയ്യാം. ഈ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിനെ ഖുനൂത്തെന്നറിയാം. എന്നാൽ സ്വന്തം നിലയ്ക്ക് ചെയ്യാന്നാ പറയുന്നത്. ആദ്യം പറഞ്ഞതോ വെറുതെ നല്ലതെന്ന് മനസ്സിലായി. പിന്നെ പറയുന്നതോ അള്ളാഹിനോട് സ്വന്തം നിലക്ക് ഖുനൂത്ത് ഓടാൻ. ഏതിന്റെ ബാക്കി കേട്ടോളി. എന്നാൽ ആ ഖുനൂത്തിൽ പങ്കെടുക്കുന്നതിനും വിരോധമില്ലെന്ന് തോന്നുന്നു. എന്തല്ലായി പങ്കെടുക്കാതെ വെറുതെ നിൽക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കി. സ്വന്തം തന്നെ ഓടാന്ന് തിരിയുന്നു. അതിനെ തന്നെ പങ്കെടുക്കാതെ തോന്നുന്നു. അവസാനം അയാൾ പറയുന്നത് ഓരോരുത്തർക്കും അവരവരുടെ മനസ്സിന് സമാധാനം തോന്നുന്നത് പോലെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇയാളെ പറ്റി എന്ത് തോന്നുന്നുണ്ട്? സുഖമെല്ലാം തോന്നാം. അപ്പോ ഇമാമിങ്ങളെ വിട്ടിട്ട് ഒറ്റ ഒരാളോടൊരു മസീല ചോദിച്ചപ്പോ എനിക്ക് അങ്ങനെ മനസ്സിലാകുന്നു, ഇങ്ങനെ തിരിയുന്നു, അങ്ങനെ തോന്നുന്നു, മനസ്സമാധാനം പോലെ ചെയ്തോളൂ എന്ന് പറയുന്ന ആളുകളെയാണോ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാരെ വിട്ടിട്ട് കൊല്ലം തോറും യോഗം ചേർന്ന് മതം മാറ്റുന്ന
ഈ കക്ഷികളുടെ പിന്നാലെ പോകാൻ മുസ്ലിമീങ്ങൾക്ക് പറ്റുമോ? അതുകൊണ്ട് സഹോദരന്മാരെ, ബറക്കത്തിന് വേണ്ടി ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് സദഖകൾ തന്നവരുണ്ട്. സിറാജിലേക്ക് നേർച്ചയും സദഖയും സിറാജിന് ഹുദയിലേക്ക് തന്നവരുണ്ട്. അല്ലാഹു ആ സ്ഥാപനത്തിന് ഒരു ബറക്കത്താണത്. 5-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദായി അറിയപ്പെടുന്ന ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് ഹിജ്റ 405 വഫാത്തായി. ഹിജ്റ 504 വഫാത്തായി. 40 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അതാ മക്കയിൽ കഅബത്തിനടുക്കൽ ബഹുമാനപ്പെട്ട അബുൽ ഫത്ഹ് ഉസ്താദ് റളിയല്ലാഹു അൻഹു മക്കയിൽ കഅബത്തിനടുക്കൽ കയറി ചെന്നു. അങ്ങനെ കയറി ചെന്ന് വല്ലാത്ത ക്ഷീണം, തലകറങ്ങുന്നു. മുറിഞ്ഞു പോകുമെന്ന് മനസ്സിലാക്കി കിടന്നില്ല. അവിടെ ഇരുന്ന് ഉറങ്ങിയതിന്റെ പേരിൽ അതാ ഉറക്കിയതിന്റെ പേരിൽ മുറിയരുതെന്ന് മനസ്സിലാക്കി. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് തങ്ങൾ വഫാത്തായി ഒരു 40 കൊല്ലമേ കഴിഞ്ഞിട്ട് അബുൽ ഫത്ഹ് ഉസ്താദ് റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നു, ഉളവോടുകൂടെ ഇരുന്നു. കുറച്ചു കഴിയുമ്പോൾ ഒരാളിന് കയറി വന്ന് പള്ളിയില ഒരു പുതിയ നിക്കാരം, സാധാരണക്കാരല്ല. ഇയാളിലെ ചിലർക്ക് അത്തഹിയ്യാത്തിൽ കൈങ്ങനെ കാറിന്റെ മുമ്പിൽ സൈക്കിൾ കളിക്കും പോലെ, അതുപോലെ എന്തൊക്കെ നിക്കാരാണ്, പുതിയ നിക്കാരം. അബുൽ ഫത്ഹ് ഉസ്താദ് റളിയല്ലാഹു അൻഹു മനസ്സിൽ വിചാരിച്ചു, ഇവന് പുത്തൻ പ്രസ്ഥാനക്കാരനാണല്ലോ, റസൂലുള്ളാഹിന്റെ മുമ്പിലെങ്ങാനും ഇവനെ ഹാജരാക്കി എങ്ങനെ ഉണ്ടാവും എന്ന് മനസ്സിൽ തോന്നി. അവർ തന്നെ ഇരുന്നു. മയങ്ങിപ്പോയി ഉറക്കം വന്നുപോയി. ഉറക്കിലതാ സ്വപ്നം കാണുന്നു, ഒരു വലിയ സമ്മേളനം. ഒരാൾ മധ്യത്തിൽ നിൽക്കുന്ന എല്ലാവരും വളർന്നിട്ടിരിക്കുന്നു. ചെന്നോക്കി ആരാണ്? സുബ്ഹാനല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 4 ഭാഗത്തും വന്നു നിൽക്കുന്നതാരാണ്? 4 മദ്ഹബിലുമുള്ള ഇമാമുകളാണ്. അവരെ കയ്യിലൊക്കെ ഒരു കിതാബുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് കിതാബ് വായിച്ചു കൊടുക്കാൻ വേണ്ടി ആത്മീയ ലോകത്തുള്ള സമ്മേളനമാണ്. സഹോദരന്മാരെ, ഞാൻ ദുആ ചെയ്യുന്ന സമയത്ത് നമുക്ക് ദുആക്ക്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി മാത്രം ഈ കാര്യം പറയുകയാണ്. നിങ്ങളെ നിർത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. 1 മിനിറ്റ് കൊണ്ട് ഞാനിത് തീർക്കും. സഹോദരന്മാരെ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഫത്ഹ് ഉസ്താദ് റളിയല്ലാഹു അൻഹു വരെ നൃത്തം നിൽക്കുന്നു. ആ ഉറക്കിൽ കാണുന്നത് കുറെ ആൾ നിൽക്കുന്ന, എല്ലാവരുടെ കയ്യിലും കിതാബുണ്ട്. നോക്കുമ്പോ ഇമാമിങ്ങളാ. ഒരു മഹാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിരുന്നു. അടുത്തിരുന്നിട്ട് കിതാബ് വായിച്ചു. റസൂലുള്ളാഹി തീർത്തും കേട്ട് സന്തോഷമായി. പിന്നെ ഒരാൾ വന്നു, വായിച്ചു, സന്തോഷമായി. നോക്കുമ്പോ ആരാണ് ആദ്യം വന്നത്? ഇമാം ശാഫഈ. രണ്ടാമത് ഇമാം അബൂ ഹനീഫ. റസൂലിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുപോയി. അങ്ങനെ ഏകദേശം ആളും കിതാബ് വായിച്ചു തീർന്നപ്പോ ഒരാൾ അങ്ങനെ വരും. ഉപരത്ത് കിതാബില്ല, കുറെ കടലാസൊക്കെ കൂടി കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. ആരാണ് നോക്കുമ്പോൾ റാഫിദിയാക്കൽപ്പെട്ട ആള്. ഇന്നത്തെ വഹാബിന്റെ അതേ വാദം പല കാര്യത്തിലുള്ള 4 മദ്ഹബിനെയും തള്ളിപ്പറയുന്ന, മാസം കണ്ടാൽ മാസം ഉറപ്പിക്കാൻ പാടില്ല, കാണാണ്ട് ഉറപ്പിക്കുകയും ചെയ്യാം, കണക്കുമൊക്കെ ഉറപ്പിക്കാൻ വേണ്ടി വാദിക്കുന്ന ഒരു കക്ഷിയാണ്. കണക്കുമൊക്കെ മാസം ഉറപ്പിക്കുക. റസൂലുള്ളാഹിക്കെതിരായിട്ട് റസൂലുള്ളാഹി മാസം കണ്ടാ നോമ്പ് എടുക്കണം, മാസം കണ്ടാ പെരുന്നാളാക്കണം, അതിനെതിരാളിയാണ്. ഇവരിങ്ങനെ വരികയാണ്. ഇതിന്റെ കയ്യിൽ ബുക്ക്, കുറച്ച് കടലാസാണ്, ബൈൻഡ് ചെയ്തിട്ടില്ല, അതിനൊരു കൊല്ലത്തിന് മാറ്റാണല്ലോ, പുത്തമ്പാരി. ഇവനിങ്ങനെ വരുമ്പോ അബുൽ ഫത്ഹ് ഉസ്താദ് റളിയല്ലാഹു നോക്കി, ഇവനെ ഇവിടെ കയറ്റുവോ? സുന്നി പണ്ഡിതന്മാരെ സ്റ്റേജിൽ ഇവനെയും കയറ്റുവോ? നോക്കി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വരുമ്പോ റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു ഒരു പണ്ഡിതൻ ചാടിങ്ങട്ടേക്ക് നേരെ പോയിട്ട് ഇവന്റെ കടലാസ് പിടിച്ചിട്ട് വാങ്ങി വലിച്ചെറിയ കൊടുത്തു. പോടാ, ഇങ്ങോട്ട് പ്രവേശനമില്ല എന്ന് പറഞ്ഞു. ഇവൻ നിലവിളിച്ചുകൊണ്ട് കൊടുക്കും. അബുൽ ഫത്ഹ് ഉസ്താദ് റളിയല്ലാഹു അൻഹു പിന്നെയും നിന്ന് ബാക്കിയുള്ള എല്ലാ പണ്ഡിതന്മാരും കിതാബ് വായിച്ചു. ഇനി ആരും ബാക്കിയില്ല, മൂപ്പര് മാത്രം ബാക്കിയുണ്ട്. മൂപ്പരത്തുണ്ടൊരു കിതാബ്. റസൂലുള്ളാഹിയോട് ചോദിച്ചു, ഞാൻ വായിക്കട്ടെ നബിയേ? ഏതാ കിതാബ്? അത് ഖവായിദുൽ അഖായിദ് അല്ലദീ സന്നഫഹു ഇമാം ഗസ്സാലി. ഗസ്സാലി ഇമാം ഖവായിദുൽ അഖായിദ് വായിക്കുന്നു. സഹാദത്ത് കലിമാണ് ആദ്യം തന്നെ വിശദീകരണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഗസ്സാലി ഇമാം ശരിക്കും വിശദീകരിച്ചിരിക്കുന്നു. അതൊക്കെ വായിച്ചു. സുന്നത്തി മാത്തിന്റെ വിശ്വാസം. രണ്ടാമത് മുഹമ്മദ് റസൂലുള്ളാഹ് അവിടെ വായിച്ചു.
وقد بعث الله النبي الأمي القرشي محمدا صلى الله عليه وسلم إلى كافة الجنس والجن. എല്ലാ മനുഷ്യരിലേക്കും എല്ലാ ജിന്നിലേക്കും ലോകത്തിന്റെ നേതാവായി അല്ലാഹു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായ തൂതുവർ റസൂലുള്ളാഹിന്റെ ബഹുമാനമാണ്. അതങ്ങ് വായിക്കുമ്പോൾ തങ്ങൾ റസൂലുള്ളാഹിന്റെ മദീനയിലെത്തിയ സ്ഥലത്തങ്ങ് എത്തിയപ്പോ ഞാൻ നല്ല റസൂലുള്ളാഹിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. റസൂലുള്ളാഹിന്റെ മുഖത്ത് നിന്ന് പ്രകാശം ഇങ്ങനെ ചൊരിയുന്നു. ഇടക്ക് റസൂലുള്ളാഹിന്റെ ഒറ്റ ചോദ്യം, ഐനൽ ഗസാലി, ഐനൽ ഗസാലി, ഗസാലി എവിടെ, ഇമാം ഗസാലി എവിടെ ചോദിച്ചു തീരുമ്പോഴേക്ക് ഹൽക്കയുണ്ട് ഗസാലി ബാബുവിനേക്ക് നബി ഹാനദായ റസൂലല്ലാഹ്, ഹാനദായ റസൂലല്ലാഹ്. നബിയേ, എല്ലാ പണ്ഡിതന്മാരും വന്ന സദസ്സിന് ഞാനുമുണ്ട് നബിയേ എന്ന് പറഞ്ഞ് ഗസാലി ബാബു തങ്ങൾ കാല് മുന്നോട്ടേക്ക് അവിടുത്തെ കൈ റസൂലുള്ളാഹിക്ക് നീട്ടിക്കൊടുത്തിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞ് കയ്യൊന്ന് നീട്ടുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗസാലി ബാബു തങ്ങൾക്ക് കൈ നീട്ടിക്കൊടുത്തുപോയി. ആ കൈ ബാബു ഗസാലി ചുംബക്കുക തന്നെ, തുരുതുരാ കുമ്പളം തന്നെ. അർഹമുർറാഹിമീനായ റബ്ബേ, അക്കയ്യൊന്ന് കാണാനും പിടിക്കാനും ചുംബിക്കാനും ഞങ്ങൾക്ക് നീ ആഖിറത്തിൽ അവസരം തരണം റഹ്മാനേ. കണ്ടോ നിങ്ങൾ? അബുൽ ഫത്ഹ് സാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് കണ്ണിൽ വെള്ളം നിൽക്കുന്നില്ല, ഞാൻ ഉറക്കിളിഞ്ഞു പോയി. കണ്ണിൽ വെള്ളം നിൽക്കുന്നില്ല, ഉറക്കിളിഞ്ഞു പോയി. ഞാൻ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ശുദ്ധിയല്ലാത്തവരെങ്ങനെ ഉണ്ടാവുന്നല്ലേ ഞാൻ ചിന്തിച്ചത്. അള്ളാഹ് എനിക്ക് കാണിച്ചു തന്നില്ലേ? റസൂലുള്ളാഹിന്റെ മുമ്പിൽ സുന്നി ആലിമീങ്ങളൊക്കെ ഉണ്ട്. ആ ആലിമീങ്ങളെ സദസ്സിലേക്ക് സുന്നിയല്ലാത്ത ഒരാൾ കയറി വരാൻ നോക്കിയപ്പോൾ പോടേ എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു. പൊയ്ക്കോ എന്ന് പറഞ്ഞു, കേട്ടില്ല. സുന്നത്ത് ജമാഅത്തതാണ്, സുന്നത്ത് ജമാഅത്തതാണ്. അബുൽ ഫത്ഹ് സാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ സംഭവം ഏകദേശം 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു അവിടുത്തെ തദീലു കദിബിൽ മുസ്തരി എന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതായി കാണാം. ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടം എടുത്ത മഹാനാണ് ഹാഫിദ് ഇബ്നു അസാക്കിർ. സുന്നത്ത് ജമാഅത്തിൽ പിന്നെ വേറെ ഒന്ന് കൂട്ടത്തില്ല. വേറെ ഒരാൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ കൂടെ പ്രവേശനം ഇല്ല. ഇത് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം എന്നുകൂടി ഈ സമയത്തുണർ. അർഹമുർറാഹിമീനായ റബ്ബ് നാം പറഞ്ഞതും കേട്ടതും നാം സമ്മേളിച്ചതും എല്ലാം അവന്റെ പൊരുത്തത്തിലായി നമ്മിൽ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തകന്മാരിൽ നിന്ന് മരിച്ചുപോയ ഖാലിദ് സാഹിബ് അടക്കമുള്ള അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. നമ്മുടെ കുറിക്ക് നമ്മിൽ നിന്ന് മരിച്ചുപോയ ഉമ്മവാപ്പമാർ, കുടുംബക്കാർ, സ്നേഹിതന്മാർ, നാം ഓതിപ്പടിക്കുന്ന സമയത്തും നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഒക്കെ സഹായം തന്നവർ, അവർക്കെല്ലാം വേണ്ടി നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലണം. ഇതെന്തിനാണ് അത് ദിക്ർ ചൊല്ലണം. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലണം. നമുക്ക് ദുആ ചെയ്യണം. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا راد سيدا يا الرحمن. مسكينമാരായ ഞങ്ങളുടെ ശുക്രിയ സ്വലാത്തിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹനീയ ഹദറത്തിൽ നീ എത്തിക്കണം റഹ്മാനെ. അവിടുത്തോടുള്ള സ്നേഹം ഞങ്ങളെ കൽബിലേക്ക് ഏറ്റിത്തരണം റഹ്മാനെ. അവിടുന്ന് വെറും ഒരു സാധാരണക്കാരനാണെന്ന് പറയുന്ന സർവ്വപുത്തല്ലാദികളോടും ഞങ്ങളെ മനസ്സിന് നീ അകൽച്ച ഏറ്റിത്തരണം റഹ്മാനെ. അവിടുന്ന് പഠിപ്പിച്ച ദീനിന്റെ ഖാദിമീങ്ങളായി ഞങ്ങളെ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. റഹ്മാനുർ റബ്ബേ, അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. അവിടുത്തെ സഹായം ദുനിയാവിലും ആഖിറത്തിലും തരണം റഹ്മാനെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ ഞങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനെ.